ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ വീണ്ടും നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ടെലഗ്രാമിലില്ലാത്തവരൊക്കെ അങ്ങോട്ട് വരിക. നല്ല രീതിക്ക് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈറ്റും കൂടി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ടെലഗ്രാമിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ല കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമൊക്കെ തന്നെയാണ്, കേട്ട് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. കഥയിലെ നായികയെ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ നായികയുടെ പേര് ഐശ്വര്യ. ആള് ഒരു വീട്ടമ്മയാണ്. 34 വയസ്സുള്ള ഒരു ചുന്ദരി പെണ്ണ്. ആവേശത്തിൽ കൂടുതൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പോകുന്നത്. അപ്പം നമുക്കങ്ങ് കഥ തുടങ്ങിയാലോ. ഐശ്വര്യ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ള എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുളിയും മറ്റൊക്കെ കഴിഞ്ഞ് നേരെ പൂജാമുറി കയറി പ്രാർത്ഥിച്ച ശേഷം അടുക്കളയിൽ കയറാറുള്ളൂ. പതിവ് പോലെ അന്ന് പ്രാർത്ഥനയും മറ്റൊക്കെ കഴിഞ്ഞ് മകൻ ശരതിന് ബെഡ് കോഫിയുമായി അവൻ്റെ മുറി ലക്ഷ്യമായിട്ട് നടന്നു. അവൾ അവൻ്റെ മുറിയിൽ കിടന്നതും ഫോൺ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നതും ശരത്താണെങ്കിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. ഐശ്വര്യ ഉടനെ ഫോണെടുത്ത് നോക്കി. അരുൺ 4 തവണ വിളിച്ചിരിക്കുന്നു. അവളുടെ കയ്യിലിരുന്ന് ഫോൺ കട്ടായി. അവൾ ബെഡ് കോഫി അവിടെ വെച്ചിട്ട് ശരത്തിനെ വിളിച്ചു നിർത്തി. ഡാ എഴുന്നേക്ക്, അമ്മ ഒന്ന് പോയേ, ഞാൻ കുറച്ചേരം കൂടി കിടന്നുറങ്ങട്ടെ. മതി ഉറങ്ങിയത്, നിനക്ക് ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. നിൻ്റെ ഫോൺ ഇതവിടെ കിടന്ന് ബെല്ലടിച്ച് ചാകാറായി. ശരത്ത് എഴുന്നേൽക്കാൻ താല്പര്യമില്ലാതെ ഒരു വിരത്തിൽ പുതപ്പ് മുഖത്തുനിന്ന് മാറ്റി. അപ്പോൾ കുളിച്ച് ചുന്തിരിയായിട്ട് റോസ് കളറൊക്കെ ഇട്ട് കോഫിയായിട്ട് വന്നിരിക്കുന്ന അവൻ്റെ അമ്മയുടെ മുഖമായിരുന്നു കണ്ടത്. ശരത്ത് അങ്ങനെ എന്നെ നോക്കിയിരുന്നു. നീ എന്താണ് ചെക്ക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാ വിളിച്ചെന്ന് നോക്ക്, എന്നിട്ട് ഈ കാപ്പി എടുത്ത് കുടിക്ക്. ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു. അരുണ, അമ്മയ്ക്ക് അറിയില്ലേ എൻ്റെ കൂടെ +1 മുതലുണ്ടായിരുന്നവൻ? അറിയാം, 4 തവണ വിളിച്ചിട്ടുണ്ട് നിന്നെ എന്ന്. എന്നാൽ നീ ഒന്ന് വിളിച്ചു നോക്ക് നീ. അതമ്മ, അവൻ വിളിക്കുന്നത് ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ അവനെയും കൂട്ടിയിട്ട് പോകാനാ. അവൻ്റെ വണ്ടി കേടായി. എന്നിട്ടാണോ നീ ഇങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങുന്നത്? അവൻ നിന്നെയും കാത്ത് അവിടെ കാണാതെ വിഷമിക്കല്ലേ. നിന്നെ പോലെയല്ലേ അവനൊക്കെ നേരത്തെ ക്ലാസ്സിൽ പോയി പഠിക്കണമെന്ന് വിചാരിച്ചുള്ള കുട്ടിയാണ്. അവൻ കണക്ക് തന്നെ പതിയെ പറഞ്ഞു. നീ എന്താ പതുക്കെ പറയുന്നേ? ഒന്നുമില്ല അമ്മയ്ക്ക് അവനെക്കുറിച്ച് അറിയാനിട്ട. അവൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല. പറയുന്നത് നീ വലിയ കേമനാണല്ലോ. അമ്മ രാവിലെ ഒന്ന് ഉടക്കാൻ വന്ന് മൂട് കളയല്ലേ. ഓ ഇല്ലേ. അപ്പോൾ ദേ വീണ്ടും ഫോൺ ബെല്ലടിച്ചു. അവനായിരിക്കും. ഫോൺ എടുക്കാൻ നോക്ക്, നിന്നെ കാണാത്തതുകൊണ്ടാവും. ഇതവനല്ല, റോഷന. അതാരാ? അമ്മ, അവനിപ്പോൾ ഈ വർഷം മുതൽ ഡിഗ്രിക്ക് ചേർന്നവനാ. അവനറിയില്ല. ഞാൻ തന്നെ ഈ കോളേജിൽ ചേർന്നിട്ട് പരിചയപ്പെട്ട് ഫ്രണ്ടായെന്ന് പറഞ്ഞ് ശരത്ത് ഫോൺ എടുത്തു. ഇല്ലടാ, ഞാൻ മറക്കില്ല, മറക്കാതെ എടുത്തിട്ട് വരാം. നീ എവിടെയാ? ഓ ശരി എന്ന് ശരത്ത് ഫോണിൽ കൂടെ പറയുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം ഐശ്വര്യ ചോദിച്ചു, എന്നാ മോനെ? അത് അവൻ്റെ പെൻഡ്രൈവും നോട്ട്ബുക്കും എൻ്റെ കയ്യിലാണ്. വരുമ്പോൾ അത് മറക്കാതെ കൊണ്ടുവരാൻ പറഞ്ഞതാ. അവൻ അമ്പലത്തിലുള്ള കണ്ടോ. നല്ല കുട്ടികൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ക്ലാസ്സിന് പോകും. നീ എന്തിനാ അവന് നോട്ട്ബുക്ക് വാങ്ങിച്ചത്? ക്ലാസ്സിൽ നീ ഇപ്പോൾ നോട്ട് എഴുതാനൊന്നും ഇല്ലേ? എഴുന്നൊക്കെയുണ്ട്, ഇത് ഞാനില്ലാതെ വിട്ടുപോയതാ. എഴുതാൻ വേണ്ടി വാങ്ങിച്ചതാ. ദൈവഭക്തിയും കിട്ടിയ നോട്ട്സെല്ലാം എഴുതി പഠിക്കുന്നത് നല്ലൊരു കൂട്ടുകാരനെ നിനക്ക് കിട്ടിയത് നന്നായി. അവനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടാ, ശരത്ത് പതുക്കെ പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? ശരിയാ, നന്നായി. എൻ്റെ ഭാഗ്യമാണെന്ന് പറയുകയായിരുന്നു. വേഗം പോകാൻ നോക്ക്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്നും പറഞ്ഞ് റൂമിൽ നിന്ന് ആൾ പോയി. ശരത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് റോഷൻ്റെ ആ വീഡിയോസുള്ള പെൻഡ്രൈവൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് കോളേജിലോട്ട് ഇറങ്ങാൻ നേരം തേങ്ങയുടെ കാശ് കൊടുക്കാൻ വേണ്ടി രാഘവേട്ടൻ്റെ മകൻ വിനോദ് വരുന്നുണ്ടായിരുന്നു. ശരത്തിനെ കണ്ടപാടെ വിനോദ് അവനോട് സംസാരിക്കുകയും അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തേങ്ങയുടെ പൈസ ഐശ്വര്യ ഏൽപ്പിക്കുകയും ചെയ്തു. വിനോദ് കുറച്ചേരം ഐശ്വര്യയോട് സംസാരിച്ചു. ശരത്ത് കേൾക്കാതെ ഐശ്വര്യയോട് വിനോദ് പറഞ്ഞു, ചേച്ചിയെ കാണാൻ അന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്. വെറുതെ പറയുകയല്ല, ശരിക്കും. ഇത് കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ അവനെ തറപ്പിച്ച് നോക്കി. എന്നിട്ട് മകനെ ഒന്ന് നോക്കി.
ശരത്താണേ അപ്പോൾ മൊബൈൽ എന്തും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐശ്വര്യ അവനോട് ഗൗരവത്തിൽ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. വിനോദ് ശരത്തിനോട് യാത്ര പറഞ്ഞു പോയി. വിനോദ് പറഞ്ഞത് ശരത്ത് കേട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഐശ്വര്യക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയത്. ഐശ്വര്യ അങ്ങനെ ആരുടെയും മുമ്പിലും ഒരു വർത്തമാനത്തിലും അത്ര പെട്ടെന്ന് വീഴുന്നൊരുത്തിയല്ലായിരുന്നു. അത് ശരത്തിനും ഏറെക്കുറെ അറിയാം. ചുറ്റുമുള്ള ഭർത്താക്കന്മാർ ഗൾഫിലുള്ള സ്ത്രീകളെല്ലാം ചീത്തപ്പേരുകൾ കേൾക്കുമ്പോൾ എൻ്റെ അമ്മ അതിനൊന്നും വരില്ല എന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അവരെക്കാൾ കാണാൻ ഏറെ ഭംഗിയുള്ള അമ്മയെ നാട്ടിലുള്ള എല്ലാവരും കൊതിക്കുന്നുണ്ടെന്ന് ശരത്തിന് നല്ലപോലെ അറിയാം. ശരത്ത് അമ്മയുടെ ഭയം പറഞ്ഞ് ബൈക്കെടുത്ത് പോയി. ഐശ്വര്യ വീടിനകത്തോട്ട് പോയി. ആരുടെയും കൂട്ടി കോളേജിലെത്തിയ ശരത്ത് നേരെ ക്ലാസ്സിലോട്ട് പോയി. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ 3 പേര് സ്ഥിരമായി കൂടുന്ന ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഒത്തുചേർന്നു. എന്നിട്ട് പതിവ് പോലെ വർത്തമാനങ്ങളും മറ്റും തുടർന്നു. ആ സമയത്ത് ശരത്ത് റോഷൻ്റെ പെൻഡ്രൈവ് അങ്ങനെ തിരികെ നൽകി. റോഷൻ നല്ല സമ്പത്തുള്ള വീട്ടിൽ നിന്നുള്ള ചെറുക്കന. അച്ഛനും അമ്മയ്ക്കും ഏക മകൻ. രണ്ടാളും നല്ല ഉദ്യോഗവും ബിസിനസ്സും ഒക്കെ ആയിട്ട് ജർമ്മനിയിലാണ്. നാട്ടിലുള്ള വീട്ടിൽ അവനും ഒരു വേലക്കാരനാണുള്ളത്. അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവൻ്റെ ചിറ്റപ്പനുണ്ട്. അവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ചിറ്റപ്പനും താമസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇവൻ വിദേശത്ത് പോകാതെ നാട്ടിൽ താമസിക്കുന്നത് കൂട്ടുകാർക്കറിയില്ല. റോഷൻ ശരത്തിനേക്കാളും അരുണിനേക്കാളും ഹൈറ്റുള്ളവനായിരുന്നു. ഡെയിലി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത നല്ലൊരു ബോഡി അവനുണ്ട്. അവൻ്റെ പെരുമാറ്റം ആണായാലും പെണ്ണായാലും അവർക്ക് അവൻ്റെ പെട്ടെന്ന് കൂട്ടുകൂടാൻ തോന്നും. ഒരു തരം ആകർഷണ ശക്തിയുള്ള പെരുമാറ്റവും ലുക്കൊക്കെ അവനുള്ളത്. അങ്ങനെയാണ് ശരത്ത് അവൻ്റെ കൂട്ടുകാരനായത്. ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവൻ. അത് അവനായാലും അവൻ്റെ കൂട്ടുകാർക്കായാലും. എന്നാൽ അരുൺ അങ്ങനെയല്ല. ഒരു സാധാരണ പയ്യൻ. അവനെല്ലാം വേണം. പക്ഷേ അതിന് റോഷനെ പോലുള്ള ധൈര്യം അവനില്ല. റോഷൻ, എടാ എങ്ങനെ ഉണ്ടായിരുന്നു പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്? ഒരു രക്ഷയില്ല മോനെ. അതാണെടാ അരുണെ, ഞാൻ കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? കുറേ കാലമായിട്ടത് കാണാൻ തുടങ്ങിയിട്ട് 1-2 ഞാനിതാക്കിയിട്ടുണ്ട്. അത് വിദേശത്ത് വെച്ചായിരുന്നു. പക്ഷേ അതത്ര പോരാ. നമ്മുടെ നാട്ടിലെ നമ്മളേക്കാൾ പ്രായം കൂടുതലുള്ള അങ്ങനെ നടക്കുന്ന കുറേ എണ്ണം ഇല്ലേ? അതിനെയൊക്കെ ഒന്ന് ആക്കണമെന്നുണ്ട്. അതിനവസരം കിട്ടിയാൽ തീർച്ചയായും ഈ റോഷൻ അവൻ്റെ കഴിവ് തെളിയിക്കും. അതിന് പറ്റി ആരെങ്കിലും നിൻ്റെ അറിവിലുണ്ടോടാ? നമ്മളെ വിട്ടേക്ക്. നമ്മുടെ അറിവിൽ അങ്ങനെ ആരും ഇല്ലേ? എൻ്റെ അറിവിലൊരാളുണ്ട്. ആരാ? നിന്നെ കാണിച്ചു തന്നാൽ മതി. ബാക്കി ഞാൻ ഏറ്റു. കോളേജ് വരാന്തയിൽ നിൽക്കുന്ന 53-കാരിയായ പ്രിൻസിപ്പൽ എൽസമ്മയെ ഞാൻ കാണിച്ചിരുന്നു. നിനക്ക് നന്നായി ചേരും. നല്ല പ്രായക്കൂടുതലും ഉണ്ട്. വേണ്ട മോനെ, റോഷനോട് വേണ്ട. നീ ഇപ്പം ചിരിച്ചോ. പക്ഷെ ഞാൻ ഒരുത്തിയെ കൊണ്ട് വരുമ്പോൾ പിന്നാലെ വന്നേക്കരുത്. നിന്നോട് കൂടിയാ പറഞ്ഞത്. രണ്ടും നോക്കിക്കോ. ഞാൻ തന്നെ ഒരുത്തി ഒപ്പിച്ചുകൊണ്ട് വരും. അവളെ മതി വരുവോളം ഇതാക്കുകയും ചെയ്യും. ശരത്ത്, എനിക്ക് വേണ്ടായേ. ഞാൻ സുന്ദരികളെ ഓർത്തങ്ങോട്ടാക്കിക്കോളാം. അങ്ങനെ ഞാൻ ഒതുങ്ങിപ്പോയിക്കോളാവേ. കിട്ടാത്ത സുന്ദരികളെ ഓർത്ത് ഓരോന്നും നടക്കുന്നത് പരാജയമാണ്. ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പരാജയം നേരിടേണ്ടി വരുന്നത്. ഓ, സമ്മതിച്ച്. എനിക്ക് ഇക്കാര്യത്തിൽ ധൈര്യമില്ല. പോരെ? എടാ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ധൈര്യമില്ല. നീ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ധൈര്യക്കുറവുമില്ല, പേടിയുമില്ല. ഓ, എന്നാ ഞാൻ നിനക്ക് പ്രിൻസിപ്പൽ എൽസമ്മയെ എന്താക്കി തരട്ടെ? എടാ, നിനക്കിത് നന്നായിട്ട് അറിയില്ലേ. ഞാൻ കോളേജിൽ പിടിച്ചു നിൽക്കുന്നത് നിൻ്റെ ധൈര്യത്തിലും നീ കൂടെയുള്ളത് കൊണ്ടാണ്. ഞാനൊരു തമാശ പറഞ്ഞതുപോലെ നിനക്ക് മനസ്സിലായില്ലേ? കഷ്ടം. അത് വീട്. ആ സമയത്ത് ശരത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പോകുമ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറന്നിരുന്നു. അവൻ പോയി കുറച്ച് കഴിഞ്ഞ് അരുണിനെ വിളിച്ച് പറഞ്ഞു മൊബൈൽ ഫോൺ അവൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ച് മറന്നു. അതെടുത്ത് വയ്ക്കണമെന്ന്. ഉടനെ തന്നെ അരുൺ മൊബൈൽ ഫോൺ നോക്കി കയ്യിലെടുത്ത്. റോഷൻ തൻ്റെ ഫോണിലെ പൈസ തീർന്നത് കൊണ്ട് അരുണിനോട് വിളിക്കാൻ അരുണിൻ്റെ ഫോൺ ചോദിച്ചപ്പോൾ ആ ഫോണാണ് കൊടുത്തത്. ഫോൺ വിളിക്കുകയും അതിനുശേഷം ആ ഫോണിൽ നോക്കിയിരുന്ന് പാസ്വേഡ് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ ആ ഫോൺ ഓപ്പണാക്കി. ഈ സമയം അരുൺ പുസ്തകം തുറന്ന് എന്തോ വായിക്കുകയായിരുന്നു. ശരത്തിൻ്റെ ഫോണാണ് റോഷന് വിളിക്കാൻ കൊടുത്തതെന്ന് പോലും അരുൺ ഓർത്തില്ല. പെട്ടെന്ന് റോഷൻ, ഓ വെരി ബ്യൂട്ടിഫുൾ, സോ ഇത്
അപ്പോഴാണ് അരുൺ ശ്രദ്ധിക്കുന്നത് റോഷൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ വർണ്ണിക്കുന്നതെന്ന്. എന്താ, ആരാടാ? റോഷൻ ശരത്തിൻ്റെ ഫോൺ കാണിച്ചു. ഇതാരാ? ഇത് ശരത്ത് നമുക്ക് കാണിച്ചിട്ട് കൊണ്ടു കിടക്കുന്ന ആരെയോ മയക്കുന്ന ആളാണല്ലോ. ശരത്തിൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഒരു ചുവപ്പ് കളർ സാരിയിൽ നന്നായിട്ട് ഒരുങ്ങി ശരത്തിനോടൊപ്പം കല്യാണ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു. ഫോട്ടോയിൽ നോക്കിയ ശേഷം, എടാ ഇത് അവൻ്റെ അമ്മയാണ്, പേര് ഐശ്വര്യ, ഇവരെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ശരത്ത് കേൾക്കണ്ട. ഞാൻ നിനക്ക് ഈ കോളേജിൽ ചെയ്തുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് എന്നോട് നന്ദി ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നടക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. റോഷൻ ആ ഫോട്ടോ കൂടാതെ ഐശ്വര്യയുടെ മറ്റ് ഫോട്ടോസും അവൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തു. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ അവരോട് ഇങ്ങനെ നോക്കി നിന്നു. നീ ഇവരെക്കുറിച്ച് പറ. എന്തു പറയാൻ? ഐശ്വര്യ എങ്ങനെയാ, ഇവരുടെ ഭർത്താവ് തുടങ്ങിയ വിവരങ്ങൾ. നിനക്ക് എന്താ ശരത്തിൻ്റെ അമ്മയെക്കുറിച്ച് അറിയാൻ ഇത്ര താല്പര്യം? എന്തിനാ ഫോട്ടോസൊക്കെ നിൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്ത്? നീ ട്രൈ ആക്കുവാണോ? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, എന്നെ കിട്ടില്ല. അവരെ എനിക്ക് +1 പഠിക്കുന്ന കാലം മുതൽക്കേ അറിയാം. നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയാ, അത് ഓർമ്മ വേണം. നീ ആരും ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പേര് ഐശ്വര്യ, പറഞ്ഞല്ലോ. 35 വയസ്സിനടുത്തോളം പ്രായം കാണും. ഭർത്താവ് 3 കൊല്ലത്തിനടുത്തോളമായിട്ട് ഖത്തറില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു. നീ വിചാരിക്കുന്ന പോലൊരു ടൈപ്പല്ല, നല്ല ഡീസൻ്റാ. ഓ, എല്ലാ പെണ്ണുങ്ങളും ആരുടെയെങ്കിലൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരാളുടെയും കാര്യം നടക്കില്ല മോനെ. നീ ഒന്ന് നോക്കിക്കേ, ചുറ്റും കല്യാണം കഴിഞ്ഞ് പോയ പെണ്ണുങ്ങളൊക്കെ ഓരോരുത്തരുടെ പെങ്ങന്മാരല്ലേ, അതുപോലെ ഓരോരുത്തരുടെ അമ്മമാരും. ഞാൻ ഉദ്ദേശിച്ചത് 2ാം വിവാഹം ചെയ്തു പോകുന്ന അമ്മമാർ. ഓക്കെ, ആ അമ്മമാർ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയിട്ടും മരിച്ചു പോയിട്ടും 2ാം വിവാഹം കഴിക്കുന്നുണ്ട്. അവർ പുതിയ ഭർത്താക്കന്മാർ ചെയ്യണ്ടാവുമല്ലോ. വേണ്ടാന്ന് പറയുന്നുണ്ടോ? അധികം പേരും വേണ്ടാന്ന് പറയുന്നുമില്ല. നമുക്ക് ചുറ്റും വിവാഹം കഴിഞ്ഞിട്ട് നടക്കുന്ന ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവിടെയൊക്കെ ഭർത്താക്കന്മാരെ കൂടാതെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ മാത്രമല്ല നടക്കുന്നത്. നീ നമ്മുടെ ചുറ്റുള്ള സമൂഹത്തിൽ ശരിക്കും നോക്കിയാൽ നിനക്ക് മനസ്സിലാവും നമ്മൾ പലതും അറിയുന്നില്ല എന്ന്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഡീസൻ്റായിട്ട് നടക്കുന്ന വീട്ടമ്മയായാലും അവളുടെ ഉള്ളിൽ നമ്മുടെ പ്രായമുള്ളൊരു കാമുകനെ ആഗ്രഹിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ അതൊക്കെ കുറയുമ്പോൾ അവരത് നമ്മളോട് പറയുമോ? ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അവളുമാരുടെ ഓരോന്ന് അവൾ നമ്മളെപ്പോലെയുള്ള അവരെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ പുറത്തെറിഞ്ഞ സമൂഹത്തിലുള്ള നാണക്കേട്, മാനക്കേട്, ചീത്തപ്പേര് തുടങ്ങിയ ബഹുമതികൾ ലഭിക്കും എന്നുള്ളത് കൊണ്ട് അധികവും അടക്കി പിടിച്ച് പിണ്ടാതെ നടക്കുന്നത്. ഇതാർക്കും നൽകാതെ ഇതാക്കി കൊണ്ട് നടന്നിട്ട് അവർക്കെന്താ കാര്യം? ഒരു കാര്യവുമില്ല. എത്ര കാര്യം അവരിങ്ങനെ അടക്കി പിടിച്ച് നടക്കും? അതിനും ഒരു പരിധിയുണ്ട്. പരിധി വിടുമ്പോഴാണ് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ശ്രദ്ധിക്കാതെ ആകുമ്പോൾ പുറത്തു വരുന്നതും. ഓ, നീ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്ന് ഞാൻ പറയാം, അരുണിൻ്റെ അമ്മയെ കണ്ടിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അത്ര ഇതാക്കണ്ട. എനിക്കവളെ കണ്ടിട്ട് ഇതാക്കണം എന്നല്ല, എൻ്റെ മൊത്തം പോയി മോനെ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ. നീ നോക്കി സെറ്റായിരുന്നിട്ട് അത് ഇതാവണ പോലുമില്ല. അത്ര എളുപ്പമല്ല അവരിതാക്കാൻ. എന്ത് പറയാൻ കാരണം എന്ത്? നീ എന്തേ ട്രൈ ആക്കിയിട്ടുണ്ടോ? സത്യം പറ. ഓ, ട്രൈ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ മോനെ. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നോ? തുറന്നു പറ. ഉണ്ടായിരുന്നു. അങ്ങനെ പറ. എന്നാ നീയായിരുന്നോ എന്നോട് ഈ തത്വം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്? കൂട്ടുകാരൻ്റെ അമ്മയാ പെങ്ങളാന്നൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ എന്തായി അല്ലേ? ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അവിടെ കൂട്ടുകാരൻ്റെ അമ്മയാണ് പെങ്ങളാണെന്ന സ്ഥാനം ഒന്നും നോക്കണ്ട. ആർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ. എനിക്ക് എന്തോ പോലെ തോന്നുന്നടാ. തൽക്കാലം ഒരു കുന്തവും തോന്നണ്ട. നീ ഞാൻ പറയുന്ന പോലെ എന്നോടൊപ്പം നിന്നാൽ മതി. ശരത് വരുന്നുണ്ട്. തൽക്കാലം നമുക്കിവിടെ നിർത്താം. ശരി. അങ്ങനെ ശരത്ത് തിരികെ റോഷൻ്റെയും അരുണിൻ്റെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ട് ഇരുവരും അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള സംസാരം നിർത്തുന്നു. ശരത്ത് അടുത്തെത്തിയ ശേഷം ശരത്ത്, എടാ എൻ്റെ ഫോൺ എവിടെ? റോഷൻ ഫോൺ അവന് കൊടുത്തു. ആരെങ്കിലും വിളിച്ചായിരുന്നോ?
ഇല്ലടാ, ആരും വിളിച്ചില്ല. ശരത്ത് അവൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എടാ നിൻ്റെ അച്ഛൻ തന്നെ വിളിക്കാറില്ലേ? അച്ഛൻ എന്നെ അമ്മയും രാത്രിയിലേ വിളിക്കാറുള്ളൂ. സാധാരണ പകൽ ജോലി തിരക്ക് കാരണം. പിന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് രാവിലെ വിളിക്കാറുണ്ട്. എടാ, നിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ നിന്നെ വിളിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മ അങ്ങനെ എല്ലാവരെയും വിളിക്കില്ല. അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരെയും ഇഷ്ടമുള്ളവരെയും മാത്രമേ അമ്മ ഫോൺ വിളിക്കാറുള്ളൂ. അമ്മ ആരുടെയെങ്കിലും ഫോൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അധികവും അമ്മയുടെ വീട്ടിലുള്ളവരോട്, അച്ഛൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ ആയിരിക്കും. ഏറെക്കുറെ ഇതെനിക്കും അച്ഛനൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അമ്മ ഫോൺ ചെയ്യുമ്പോൾ ഞാനും അച്ഛനൊന്നും ചോദിക്കാറൊന്നുമില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്കറിയാം. എടാ, ഇവൻ്റെ അമ്മ ഒരു മിണ്ടാപ്പൂച്ചയൊന്നുമല്ല, നല്ല ഗൗരവക്കാരിയാണ്. നീ കണ്ടിട്ടില്ലല്ലോ. എടാ, ഇവൻ പറയുന്ന പോലെയല്ല അമ്മ അത്ര ഗൗരവക്കാരിയൊന്നുമല്ല. ഗൗരവം കാണിക്കേണ്ടടുത്ത് കാണിക്കും, അത്ര തന്നെ. ഇന്ന് രാവിലെ പെൺഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരനാ നോട്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവൻ അമ്പലത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അമ്പലവും ഭക്തിയൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നും രാവിലെ പൂജാമുറിക്കാരി പ്രാർത്ഥിച്ചിട്ട് അത് എല്ലാ കാര്യവും തുടങ്ങാറുള്ളൂ അമ്മ. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ നീ അമ്പലത്തിൽ പോകുന്ന പെൺപിള്ളേരെ വായി നോക്കാനല്ലേ? അതവിടെ പറയാൻ പറ്റില്ലല്ലോ. അമ്പലവും ഭക്തിയുള്ളൊരു കൂട്ടുകാരൻ ലഭിച്ചത് നിൻ്റെ ഭാഗ്യമാണെന്ന് അമ്മ പറഞ്ഞ്. ഓ, നിൻ്റെ വീട് അമ്മയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. ഇവൻ്റെ വീടിൻ്റെ അടുത്ത് വരെ നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. എന്ന് എപ്പോൾ? നീ നിൻ്റെ കൂട്ടുകാരൻ ജോണ് വിളിക്കുമ്പോൾ ഒക്കെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന മിന്നും പാടം ഇല്ലേ? അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് അവൻ്റെ വീട്. ഓ, എനിക്കിത് അറിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സാരല്ല, ഇനി ഞായറാഴ്ച പോരെ. വീടും കാണാം, അമ്മയെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. പറ്റുമെങ്കിൽ ഞാൻ വരാടാ. അങ്ങനെ ബെല്ലടിച്ചപ്പോൾ മൂവരും ഗ്രൗണ്ടിൽ നിന്ന് എണീറ്റ് ക്ലാസ്സിലേക്ക് പോയി. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വൈകുന്നേരം ശരത്ത് വീട്ടിലോട്ടങ്ങ് പോയി. രാത്രി റോഷൻ അരുണിൻ്റെ ഫോൺ വിളിച്ചു. എടാ, നിനക്ക് എനിക്കാണെങ്കിൽ ഇരിപ്പ് ഉറയ്ക്കുന്നില്ലടാ. ഞാൻ മിന്നും പാടം വരെ വരാം, നീ അവിടെ വരെ ഒന്ന് വാ. ഇപ്പോഴോ? എന്തിനി? അത് ഞാൻ നേരിട്ട് പറയാം, നീ ആദ്യം വാ. ശരി, എന്തെങ്കിലും കലാതരം പറഞ്ഞിറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അന്ന് അവൻ്റെ ബൈക്ക് എടുത്ത് നേരെ മിന്നും പാടത്തിൻ്റെ അവിടെ എത്തി. അവൻ അവിടെ എത്തിയതും റോഷൻ അവനെയും കാത്ത് KFCയും കോക്കൊക്കെ ആയിട്ട് അവൻ്റെ ബൈക്കിന് മേലിരിപ്പുണ്ട്. നീ ഇവിടുന്നായിരുന്നോ വിളിച്ചത്? അതെ. നീ ബാ, നമുക്ക് അങ്ങോട്ട് തിരിക്കാം. KFC ഉണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. KFC അരുൺ വളരെ ഇഷ്ടമായിരുന്നു. ഇരുവരും കൂടി പാടത്തിൻ്റെ ഒരു സൈഡിലിരുന്നു. എന്താ, രാത്രി ഇതെല്ലാം വാങ്ങിച്ചു വരാൻ എന്തോന്നുണ്ട്. അത് ഏറെക്കുറെ എന്തായിരിക്കും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ ഊഹിച്ചതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. ക്ലാസ്സിൽ എപ്പോഴോ ശരത്ത് കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. നീ ശരത്തിൻ്റെ അടുത്തുനിന്ന് അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നൈസായിട്ട് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്കെല്ലാം മനസ്സിലായിട്ടും ഞാൻ മിണ്ടാതിരുന്നതാ. വെരി ഗുഡ് ബോയ്. ഇനി ഞാൻ അവൻ്റെ അമ്മ ഐശ്വര്യയെക്കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് ഇരിക്കണം കേട്ടോ. പിന്നെ നിന്നെ ഞാനിപ്പോൾ വിളിപ്പിച്ചത് എനിക്ക് ഐശ്വര്യയെക്കുറിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടണം. പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കരുതിയതാണ് നിന്നെ വിളിച്ചത്. അരുൺ KFC കഴിച്ചത് കൊണ്ട് റോഷനോട് ഐശ്വര്യയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഇനി എന്ത് വിവരങ്ങൾ അറിയേണ്ടത്? എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതെ, പക്ഷേ പുറത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും സഹായവും നിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഉണ്ടാവണം ബ്രോ. എന്നെ വിട്ടേക്ക്. എനിക്ക് നിൻ്റെ അത്ര ധൈര്യമില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്തെങ്കിലും പ്രശ്നമായാൽ ഓർക്കുമ്പോൾ നിനക്ക് കൈയും കാലും വരയ്ക്കുക. ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. എൻ്റെ മനസ്സ് പറയുന്നു, അതോർത്ത് നീ പേടിക്കണ്ട. അപ്പോൾ എന്ത് പറയുന്നു? നിൻ്റെ സപ്പോർട്ടും സഹായവും ഉണ്ടാവുമോ ഇല്ലയോ ഐശ്വര്യയുടെ കാര്യത്തിൽ? എനിക്ക് പുറത്തു നിന്നുള്ള എന്നെക്കൊണ്ടാവുന്ന എല്ലാവിധ സഹായവും ഞാൻ നോക്കാം. അത് മതി. അപ്പോൾ അതിനു വേണ്ടിയാണോ ഈ KFC ഒക്കെ? സത്യം പറ ബ്രോ. അതിനു വേണ്ടിയൊന്നുമല്ല. അങ്ങനെ നീ വിചാരിക്കുകയും വേണ്ട. അവളിതാക്കിയാൽ നിനക്കും ആവാമല്ലോ. ആദ്യം നിനക്ക് കിട്ടുമെന്ന് നോക്ക്. എനിക്ക് അവളിതാക്കില്ലെങ്കിലും വേണ്ടിയില്ല. നിനക്ക് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഐശ്വര്യയെക്കുറിച്ച് നിനക്ക് അറിയാനിട്ടാ. നിന്നെപ്പോലെ പലരും ഒന്ന് ട്രൈ ആക്കിയതാ, ഒരു കാര്യവും ഉണ്ടായില്ല. അവിടെയുള്ള ചെറുപ്പക്കാരുടെ സ്വപ്നറാണിയാണ്. അവരുടെ ലിസ്റ്റിൽ നീയും ഒരാൾ, അത്ര തന്നെ. അത് നിനക്ക് കാത്തിരുന്ന് കാണാൻ മോനെ. റോഷൻ വല വീശിയാൽ അതിൽ കൊടുക്കാതെ പോയവരില്ല. ഇക്കാര്യത്തിൽ
നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടെ മോനെ. സമ്മതിച്ചു. അവിടെയുള്ളവരുടെ നടക്കാത്ത സ്വപ്നമാണ് ഐശ്വര്യ എന്നത് നിനക്ക് എങ്ങനെ അറിയാം? എടാ മണ്ട, എൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ശരത്തിൻ്റെ വീട്ടിലോട്ട് അവനെ കാണാൻ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ പലരും പറയുന്നതും അവിചാരിതമായിട്ട് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അവിടെ ഒരു തേങ്ങ കച്ചവടക്കാരൻ രാഘവേട്ടൻ, അയാളുടെ മകൻ വിനോദ്, അവനവൻ്റെ കൂട്ടുകാരോട് ഐശ്വര്യയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐശ്വര്യ ഡീസൻ്റാണ്, അത്രയ്ക്കൊന്നും ഇല്ല, ഉണ്ടായിരുന്നാൽ എൻ്റേതെങ്കിലും നമ്പറിൽ അവളും വീഴുമായിരുന്നു എന്നൊക്കെ. നമ്മളെക്കാളും 2-3 വയസ്സ് മൂപ്പുള്ളവനാ രാഘവേട്ടൻ. ഐശ്വര്യ കാണുമ്പോൾ ആളുടേതുവരെ ഒന്ന് സെറ്റാവും. ശരത്തിൻ്റെ ഒരു കസിൻ, അവനൊരിക്കൽ ഐശ്വര്യയോട് എന്തോ ഒരു വർത്തമാനം പറഞ്ഞതിന് അത് വളരെ വലിയൊരു പ്രശ്നമാവുകയും പോലീസ് കേസൊക്കെ ആയതാ. ഒരിക്കൽ അവിടെയുള്ളൊരു ഓട്ടോ ഡ്രൈവർ അനിൽ ഐശ്വര്യയും ശരത്തും അവനെ വിളിച്ച് ഐശ്വര്യയുടെ വീട് വരെ പോയതായിരുന്നു. തിരിച്ചു വന്ന് വീട്ടിലെത്തിയ ശേഷം പണം എടുക്കാൻ വേണ്ടി ഉമ്മറത്തുണ്ടായിരുന്ന ശരത്തിൻ്റെ അച്ഛനകത്ത് പോയ നേരത്ത് ഐശ്വര്യ നോക്കി സൈറ്റടിച്ചതിന് കാലിക്കിടന്ന ഹീലുള്ള ചെരുപ്പ് കൊണ്ട് അവൻ്റെ മുഖത്തടിക്കുകയും പിന്നീട് ശരത്തും അവനായിട്ട് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഇവന്മാരൊക്കെ ഒരു പെണ്ണിനെ താക്കാൻ നല്ല കഴിവുള്ളവന്മാരാ. അവർക്ക് പോലും ഐശ്വര്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. അവിടെയാ നീ വരുന്നത്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അത് വെച്ചാൽ ഞാൻ നിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ എൻ്റെ വലയിൽ വരികയും ചെയ്യും. അതിൻ്റെ തത്സമയ സംരക്ഷണം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആഹാഹാ, എത്ര വലിയ നടക്കാത്ത സ്വപ്നം. മതി നിർത്ത്. ഇനി ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. അവിടെ എവിടെ ശരത്തിൻ്റെ വീട്? നീയല്ലേ പറഞ്ഞേ പിന്നെയും പാടത്തിൻ്റെ അടുത്താണെന്ന്. പിന്നെ ശരത്തിൻ്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാ പറഞ്ഞേ? എടാ, ഇവിടെ അടുത്തെൻ്റെ വീടാണ് ആദ്യം. അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ ശരത്തിൻ്റെ വീട്ടിലോട്ട്. വീട് ഞാൻ കാണിച്ചു തരാം. അവൻ്റെ അച്ഛൻ മുമ്പ് നാട്ടിലായിരുന്നു ബിസിനസ് നടത്തിയിരുന്നത്. ഫർണിച്ചറുകളും സ്റ്റീൽ പാത്രങ്ങളായിരുന്നു ബിസിനസ്. പിന്നീട് വിദേശത്തോട്ട് പോയി. ഒരു 10-15 വർഷമായി ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി. കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് പോകാം. എനിക്ക് നീ ശരത്തിൻ്റെ വീട് കാണിച്ചു തരണം. ഇവിടെ അടുത്തല്ലേ നിൻ്റെ വീട്, അതും കാണാം. ഇപ്പോഴോ? മണി 9 ആയിട്ടുള്ളൂ. ഞാൻ 2 വീടും പുറത്തുനിന്ന് കണ്ടോളാം. വഴി അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റോഷനും അരുണും അവരോട് ബൈക്കിൽ അരുണിൻ്റെ വീട് ലക്ഷ്യം വെച്ച് പോയി. അരുണിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ +1 പഠിക്കുന്ന അവൻ്റെ അനുജത്തി ഇരുന്ന് മൊബൈൽ നോക്കുന്നുണ്ടായിരുന്നു. റോഷനെ കണ്ടതും അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഉടനെ അമ്മയെ വിളിക്കുകയും ചെയ്തു. അമ്മയും മുമ്പറത്തോട്ട് വന്ന റോഷനെ കണ്ട് അമ്മയ്ക്ക് അനുജത്തിക്കും അവനോട് പ്രത്യേക ഒരു സ്നേഹം തോന്നി. അരുൺ അവരെ റോഷനെ പരിചയപ്പെടുത്തി. റോഷനെ അവർക്കും അച്ഛൻ ഉറങ്ങിയത് കൊണ്ട് കാണാൻ സാധിച്ചില്ല. അതിനുശേഷം അരുണിൻ്റെ ബൈക്ക് അവിടെ വെച്ച് അമ്മയോട് ഇപ്പം വരാമെന്നും പറഞ്ഞ് റോഷൻ്റെ ബൈക്കിൽ കയറി പോകുമ്പോൾ അരുൺ പറഞ്ഞു, അനുജത്തി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ശരത്തിൻ്റെ വീട്ടിൽ ചെന്നാലും ഇതുപോലെ ആവരുത്. നമ്മൾ ശരത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു പോയത് ആരും അറിയില്ല. വീടിൻ്റെ മുൻഭാഗം കണ്ടിട്ട് തിരിച്ചു പോരും. അങ്ങനെ ഇരുവരും ശരത്തിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. റോഷൻ ആ വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് തിരിച്ചു പോന്നു. പോകുമ്പോഴും വരുമ്പോഴും റോഷൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു വഴികളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിരുന്നു. അരുൺ അറിയാതെ തിരികെ അരുണിനെ അവൻ്റെ വീട്ടിന് മുന്നിലാക്കി. റോഷൻ അവൻ്റെ വീട്ടിൽ ലക്ഷ്യമാക്കി പോകുന്നു. വീട്ടിലത്തെ റോഷൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോയി. ബെഡിൽ കിടന്നതും പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമല്ല, ഐശ്വര്യ തൻ്റെ വലയിലാക്കാൻ വ്യക്തമായിട്ടൊരു പ്ലാൻ റോഷൻ അവൻ്റെ മനസ്സിൽ തയ്യാറാക്കുകയായിരുന്നു. അതിനുശേഷം ഐശ്വര്യയുടെ ഫോട്ടോ നോക്കുന്തോറും അവനിങ്ങനെ സെറ്റാവുന്നത് അവൻ അറിഞ്ഞു. ഐശ്വര്യയുടെ ഫോട്ടോ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവൻ തൻ്റെ ഐശ്വര്യനുള്ള ആദ്യത്തെ ഒന്ന് സമർപ്പിച്ചു. മുമ്പൊന്നുമില്ലാത്തൊരു പ്രത്യേക ഒരു ഇത് അവൻ അനുഭവപ്പെടുകയും ചെയ്തു. ഒടുവിൽ 10-ലും കൂടുതലായി അതങ്ങോട്ട് പോയി കിട്ടി. ഇങ്ങനെ അവളുമായിട്ടൊന്ന് താക്കണമെന്ന് അവനിങ്ങനെ വാഷ്റൂമിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പതിയെ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം പതിവ് പോലെ അവൻ കോളേജിലോട്ട് പോയി.
പിറ്റേ ദിവസം രാവിലെ കോളേജിലോട്ട് പോയ റോഷൻ റോഡിലെ ട്രാഫിക്കിൽ കുടുങ്ങി ലൈറ്റായിട്ടാണ് ക്ലാസ്സിലെത്തിയത്. ആ ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ശ്രീലക്ഷ്മി ടീച്ചർ ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിരുന്നു. റോഷൻ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ നിന്നു. മേ ഗെറ്റ് യു? ശ്രീലക്ഷ്മി ടീച്ചർ റോഷനെ അടിമുടിയൊന്ന് നോക്കിയിട്ട്, വൈ ആർ യു ലേറ്റ്? റോഡിലെ ട്രാഫിക്കിൽ പെട്ടുപോയി മാം. ഗെറ്റ് ഇൻ. റോഷൻ നേരെ വന്ന് അവൻ്റെ കൂട്ടുകാരായ അരുണിൻ്റെയും ശരത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. ടീച്ചർ അഗെയിൻ ക്ലാസ് ആരംഭിച്ചു. ശരത്ത്, നിന്നെ രാവിലെ ഞാൻ കുറേ വിളിച്ചു, കിട്ടാതായപ്പോൾ നീ ഇന്ന് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. മിണ്ടാതിരിക്കടാ, അല്ലെങ്കിൽ ഇവളിപ്പം എന്തെങ്കിലും ചോദ്യം ചോദിച്ച് പുറത്താക്കും. ശ്രീലക്ഷ്മി ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അരുണും ശരത്തും ടീച്ചർ അറിയാതെ തന്നെ ടീച്ചറുടെ ഓരോന്നിതാക്കുക. ടീച്ചറിനെ ഒന്ന് ഒഴിയുക, അതൊക്കെ തന്നെ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം ശ്രീലക്ഷ്മി ടീച്ചർ വൈകുന്നേരം തന്നെ സ്റ്റാഫ് റൂമിൽ വന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും പോയി. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിൽ പതിവ് പോലെ വായിക്കാനുള്ള പുസ്തകം എടുക്കാൻ വേണ്ടി ശരത്ത് ലൈബ്രറിയിലേക്ക് പോയി. അരുൺ ഇന്ന് ശ്രീലക്ഷ്മി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എന്തോ ഗാഢമായ ചിന്തയിലായിരുന്നല്ലോ. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ ഞാൻ ടീച്ചറെ അടുത്ത് വിളിച്ച് ഡൗട്ട് ചോദിക്കാൻ എന്നോണം നല്ലപോലെ ഇതാക്കാറുള്ളതായിരുന്നല്ലോ. അതാണല്ലോ പതിവ്. ഇന്ന് എന്ത് പറ്റി? ഞാൻ ഐശ്വര്യയിലേക്ക് എത്താനുള്ളൊരു വഴിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നീ ഐശ്വര്യയെക്കുറിച്ചാണോ ചിന്തിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് വല്ല വഴിയും കിട്ടിയോ മോനെ? ഐശ്വര്യ എങ്ങനെ മറക്കാൻ കഴിയും? അവളൊരു ദേവതയാണ്. അത്ര എളുപ്പം എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. ഒരു വഴി കിട്ടി, അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അവളായിട്ട് ഇതാക്കാൻ. ദൈവമേ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്താ വഴി കേൾക്കട്ടെ. തൽക്കാലം ആ വഴിയെക്കുറിച്ച് ഞാൻ നിന്നോട് പറയുന്നില്ല. ഐശ്വര്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും നീ എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ നിനക്ക് നേരിട്ട് കണ്ടറിയാമല്ലോ എൻ്റെ വഴി. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാ നിന്നോടൊപ്പം എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന്. അതിപ്പോൾ എനിക്ക് തന്നെ വിനയായോ? വേണ്ടടാ, എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു. നീ ഭയപ്പെടുന്നും വേണ്ട, തൽക്കാലം പറഞ്ഞ പോലെ നിന്നാൽ മതി. അപ്പോഴേക്കും ശരത്ത് പുസ്തകവുമായി വരികയും പിന്നീട് മൂവനും ക്ലാസ്സിൽ കയറുകയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം റോഷൻ സ്റ്റാഫ് റൂമിൽ പോയി ശ്രീലക്ഷ്മി ടീച്ചറെ കണ്ട് മനസ്സ് മുഴുവൻ ഐശ്വര്യ എന്ന ചിന്ത പിറന്നിരിക്കുന്ന റോഷൻ്റെ അവിടേക്ക് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക. ശ്രീലക്ഷ്മി ടീച്ചർ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് അവൻ്റെ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ റോഷൻ, എൻ്റെ ക്ലാസ്സിൽ ഒരു ഉണർവില്ലാതെ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇത് ചോദിക്കുമ്പോൾ ടീച്ചർ തൻ്റെ കാലുകൊണ്ട് റോഷൻ്റെ വലത് കാലിൽ ഒന്ന് ചവിട്ടി. അവളുടെ കാല് അവൻ്റെ അവിടെ ഇങ്ങനെ ഇതാവുന്നത് അവനിങ്ങനെ മനസ്സിലായി. പറ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? എഗെയിൻ ടീച്ചർ ചോദിച്ചു. റോഷൻ പെട്ടെന്ന് ആ ഒരു ഇതിൽ, അത് ഐഷുവോ? അതല്ല, എല്ലാറ്റിനും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും വേണം. എൻ്റെ ഒരു കൂട്ടുകാരൻ അത് വേണ്ടുവോളം ഉണ്ട്. അവൻ്റെ വഴിയിലെത്താൻ വേണ്ടി ആലോചിക്കുകയായിരുന്നു. ക്ലാസ് ഇരിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് അവൻ്റെ വഴിയെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടത്, ക്ലാസ്സിലാണ് മോനെ ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞ് ടീച്ചർ കാലിലെ അതൊക്കെ ഇങ്ങനെ താക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടല്ലേ ഇനി നിനക്ക് ഡൗട്ടൊന്നും ഉണ്ടാവാതിരുന്നേ. അപ്പോഴേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നീ എവിടെങ്ങും അല്ല എന്ന്. അതാ നിന്നോട് സ്റ്റാഫ് റൂമിലോട്ട് വരാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് ടീച്ചർ വീണ്ടും ഒന്ന് പിച്ചിട്ട് ചിരിച്ചു. ഇല്ല, ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഇതിങ്ങനെ സെറ്റായി. ഇപ്പം നീ പൊക്കോ, ഇനി വഴിയേ റോഡിനെയും കുറിച്ചുള്ള ചിന്തയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ക്ലാസ് ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്ക്. റോഷൻ സ്റ്റാഫ് റൂമിൽ നിന്ന് തിരികെ തന്നെ പുറത്ത് കാത്തു നിൽക്കുന്ന അരുണിൻ്റെ ശരത്തിൻ്റെ അടുത്തെത്തി. ടീച്ചർ എന്തിനാടാ വിളിച്ചേ? അതിങ്ങനെ ഇതാക്കി നിൽക്കല്ലേ, അതിന് എത്രയും പെട്ടെന്ന് ഇതാക്കി കൊടുക്കണ്ടേ. എന്താടാ? ഒന്നുമില്ലടാ, ഞാനന്ന് ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാത്തത് എന്താ, എവിടെ ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കാൻ വിളിച്ചതാ. വെറുതെ ആശിച്ചു. എന്നാൽ പോവാൻ വരട്ടെ. ഞാനൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് വരണമെന്ന് വിചാരിച്ചതാ. കാര്യം പറ. ഞായറാഴ്ച ഞാൻ നിന്നോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ? അത് നിൻ്റെ വീട് കാണാനും അമ്മയെ പരിചയപ്പെടാനൊക്കെ അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. ഇവൻ തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് അതിന് കാര്യമായിട്ട് എടുത്തിരിക്കുകയാണോ? റോഷനെ ശരത്തിൻ്റെ വീട്ടിലോട്ട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അരുൺ അങ്ങനെ പറഞ്ഞത്. അത് അരുണിൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടായിരുന്നു.
ഇങ്ങനെ പറയുമ്പോൾ റോഷൻ അരുണിനെ ശരത്ത് കാണാതെ ചെറുതായിട്ടൊന്ന് തറപ്പിച്ചു നോക്കി. എടാ, ഞായറാഴ്ച അച്ഛൻ്റെ ബർത്ത്ഡേയാണ്. അച്ഛൻ നാട്ടിലില്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ പോയി അച്ഛൻ്റെ പേരിൽ പൂജയും വഴിപാടും കഴിപ്പിച്ചാൽ മാത്രം മതി, ആഘോഷമൊന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി ആഘോഷിക്കാനും ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. പിന്നീട് ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞു. കഷ്ടപ്പെട്ട അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അതുകൊണ്ട് ഞായറാഴ്ച അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ വീട്ടിൽ വരണം. ഇത് കേട്ടതും റോഷന് അരുൺ ഇനി എന്തെങ്കിലും പറഞ്ഞു മുടക്കാൻ ശ്രമിക്കുമെന്ന് കരുതി. ഞാനെപ്പോഴും റെഡിയാണ്, തീർച്ചയായിട്ടും വരും. അരുണും എൻ്റെ കൂടെ ഉണ്ടാകും. ശരത്തെ, ഞാനില്ല, വെറുതെ നിൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്ടാവാൻ. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വരാതിരുന്നാൽ എനിക്ക് വിഷമാവും. നിൻ്റെ അച്ഛൻ്റെ പേരും നക്ഷത്രം എന്താ? അരുണുള്ളിൽ പറഞ്ഞു കൊടുക്കടാ, കൊടുക്ക്, എല്ലാം പറഞ്ഞു കൊടുക്ക്. നമ്മൾ തല്ലി പിരിയോ അതോ നിൻ്റെ അമ്മ അവൻ്റെ ആകുമെന്ന് കണ്ടറിയാന്നായി. രാജു, നക്ഷത്രമായില്യം. എന്തേ? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ കാണാം. മൂവരും അവിടെ നിന്ന് ബൈക്കിൽ വീട്ടിലോട്ട് പോയി. ശനിയാഴ്ച വൈകുന്നേരം പിന്നെ ഭാരത്തെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കഴിഞ്ഞ് റോഷൻ അരുണിനെ വിളിച്ചു. നീ എന്താ വരാമെന്ന് പറഞ്ഞു? നാളെയാണ്, ഞാനില്ലേ ദേവനെ കാണാൻ പോകുന്ന ദിവസം. അപ്പോൾ നീയൊക്കെ അല്ലേ കൂടെ വേണ്ടേ? റോഷൻ്റെ വഴി എന്താണെന്ന് പോലും അറിയാത്ത അരുൺ അവരോട് എന്ത് പറഞ്ഞെന്നുള്ളൊരു ധർമ്മസങ്കടത്തിലായി. എന്താപ്പോൾ ഇത് വീണ്ടും ചോദിക്കാൻ? മറ്റൊന്നും കൊണ്ടല്ല, നിൻ്റെ പിന്തുണ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്നൊരു ഭയം. ഇന്നലെ നീ ശരത്തിനോട് ഞാൻ വീട് കാണണം, അമ്മയെ കാണണമെന്നും പറഞ്ഞ് എല്ലാം തമാശ പറഞ്ഞതാന്നൊക്കെ പറയണത് കേട്ടു. നിൻ്റെ ഉള്ളിലുള്ള അതേ ഭയം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു. കുറച്ച് കടുപ്പിച്ച് അരുണിനോട് റോഷൻ പറഞ്ഞു. നോക്ക്, എനിക്കുള്ളിൽ ഒരു ഭയവും ഇല്ല. ഐശ്വര്യയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് നീ കരുതേണ്ട. നിൻ്റെ ഉള്ളിലെ ഭയം നീ മാറ്റിവെച്ച് എനിക്ക് തന്ന വാക്ക് പാലിച്ച് എന്നോടൊപ്പം എല്ലാ പിന്തുണകളും തന്ന് ഒപ്പം നിൽക്കാമെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി. നീ ദേഷ്യപ്പെടല്, ഞാൻ തന്ന വാക്ക് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. ഇനി എൻ്റെ ഉള്ളിലെ ഭയം ഞാൻ ഉള്ളിൽ തന്നെ വെച്ചോളാം. നിൻ്റെ ഐശ്വര്യയിലേക്കുള്ള വഴി അറിയാത്തതിൻ്റെ ഒരു കപ്രാളം എനിക്കുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അരുൺ, ഐശ്വര്യയിലേക്കുള്ള എല്ലാ വഴിയെക്കുറിച്ച് ഓർത്ത് നീ വെപ്രാളപ്പെടുകയോ പരിശീലപ്പെടുകയോ ഒന്നും വേണ്ട. നിനക്കൊരു ബുദ്ധിമുട്ടും ദോഷം ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയത്ത് മാത്രം ഞാൻ പുറത്തുനിന്നുള്ള നിൻ്റെ സഹായവും സപ്പോർട്ടും ആവശ്യപ്പെടുകയുള്ളൂ. ഐശ്വര്യയെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ നാളെ എങ്ങനെയാണ്? നീ ഇനി ഒന്നും പറഞ്ഞു തരണ്ട. ഇനിയെല്ലാം നീ ഇരുന്ന് കണ്ടാൽ മതി. നാളെ നമ്മൾ കൃത്യം 11 മണിക്ക് അവൻ്റെ വീട്ടിൽ പോകും. പക്ഷേ അവനോട് 12 മണിക്ക് വരൂ എന്ന് പറഞ്ഞാൽ മതി. അവൻ ചോദിച്ചാൽ ഓക്കെ. ശരത്തിനോട് ഞാൻ 12 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. നീ ആയിട്ട് തിരുത്താൻ നിൽക്കണ്ട. അതും കൂടി പറയാനാ ഇപ്പം വിളിച്ചത്. 10:45 ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെയും കൂട്ടിയിട്ട് പോകും. ഇതാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സമയം. അപ്പോൾ നാളെ പറഞ്ഞ സമയത്ത് റെഡിയായി നിൻ്റെ വീട്ടിൽ നിൽക്കുക. എന്നാൽ അങ്ങനെ. ഇരുവരും അവിടെ നിന്ന് പിരിഞ്ഞു. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി റോഷൻ അമ്പലത്തിൽ പോയി. ശരത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ പുഷ്പാഞ്ജലിയും വഴിപാടൊക്കെ കഴിപ്പിച്ച് കുറച്ച് നേരം അമ്പലത്തിലെ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ വായി നോക്കി അവിടെ നിന്ന് നേരെ തിരികെ വീട്ടിലെത്തി. ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ TV ഒക്കെ കണ്ട് 9:30 കൂടി അവൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഐശ്വര്യയുടെ ഫോട്ടോസൊക്കെ എടുത്ത് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീടൊരു ജീൻസും ടീഷർട്ടൊക്കെ ധരിച്ച് മുടിയൊക്കെ നല്ല പോലെ ഒതുക്കി വില കൂടിയ റോയൽ പെർഫ്യൂമൊക്കെ ഇതാക്കി അമ്പലത്തിലെ പ്രസാദം എല്ലാം എടുത്ത് നേരെ അരുണിൻ്റെ വീട് ലക്ഷ്യമാക്കിപ്പോയി. 20 മിനിറ്റിൻ്റെ യാത്രയ്ക്കൊടുവിൽ അരുണിൻ്റെ വീട്ടിലെത്തിയ റോഷൻ അവനെ ഫോണിൽ വിളിച്ചു. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. എന്നാണ് റോഷന് കേൾക്കാൻ കഴിഞ്ഞത്. അവസാനം ബൈക്ക് ഗേറ്റിന് വെളിയിൽ പാർക്ക് ചെയ്ത് ഗേറ്റ് തുറന്ന് അകത്ത് കയറി കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന് കിടപ്പുണ്ട്. പുറത്ത് വന്നത് അരുണിൻ്റെ അച്ഛനായിരുന്നു. ആരാ? എൻ്റെ പേര് റോഷൻ, അരുണിൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ. കയറിയിരിക്കൂ. ഞാൻ മോനെ ആദ്യമായിട്ടാണ് കാണണേ. വേണ്ടച്ചാ, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. അരുണില്ലേ? അവൻ അകത്തെവിടെയാ? ഞാൻ വിളിക്കാം. അച്ഛനുടനെ അകത്തോട്ട് വിളിച്ചു പറഞ്ഞു. എടീ, റോഷൻ എന്ന പേരുള്ള അരുണിൻ്റെ കോളേജിലൊരു പയ്യൻ വന്നിട്ടുണ്ട്. ഇത് കേട്ടതും അകത്ത് നിന്ന് അരുണിൻ്റെ അമ്മ ഉമ്മറത്തോട്ട് വന്നു. അയ്യോ, മോനായിരുന്നോ? ബാ കയറിയിരിക്കുക. അത് കുളിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ കുട്ടി ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കിടന്നുറങ്ങിയത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അയ്യോ, എന്നിട്ടാണോ അവിടെ തന്നെ നിന്നെ?
അന്ന് ഇവള് പറഞ്ഞിരുന്നു എന്നോട് മോനെക്കുറിച്ച്. റോഷൻ ഉമ്മറത്ത് കയറിയിരുന്നു. കുടിക്കാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ കുടിച്ചിട്ടാണ് വന്നേ. എന്നാൽ ഞാൻ പോയി അരുണിനോട് മോൻ വന്ന വിവരം പറയട്ടെ. അമ്മ അകത്തേക്ക് പോയി. അരുണിൻ്റെ മുറിയിൽ അവനെ നോക്കിയതും അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കണ്ണാടിയുടെ മുന്നിൽ മുടിയും ചീകിക്കൊണ്ട് നിൽക്കുന്നു. അമ്മയെ കണ്ടതും അരുൺ, ആരാ അമ്മ ഉമ്മറത്ത് വന്നിരിക്കുന്ന ശബ്ദം കേട്ടല്ലോ? അന്ന് നിൻ്റെ കൂടെ ഇവിടെ വന്നില്ലേ നിൻ്റെ കൂട്ടുകാരൻ റോഷൻ? അവൻ വന്നിട്ടുണ്ട്. അച്ഛനായിട്ട് ഉമ്മറത്തിരുന്ന് സംസാരിക്കുക. ഇത് കേട്ടതും അരുണ് ചീപ്പ് അവിടെ ഇട്ടിട്ട് നേരെ ഉമ്മറത്തേക്ക് ഓടി. റോഷനെ കണ്ട് ആകെ സ്തംഭിച്ചു പോയി. എന്തൊരു ലുക്ക് അവനെ കാണാൻ! നല്ല മണവും. നീ റെഡിയായില്ലേടാ? റെഡിയായി, നമുക്കിറങ്ങാം. ഇരുവരും കൂടി അച്ഛനോട് യാത്ര പറഞ്ഞ് ബൈക്കും എടുത്ത് ശരത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു പോകുമ്പോൾ, നീ എന്താ ഇത്ര നേരത്തെ? പറഞ്ഞ സമയത്തിന് മുമ്പായിട്ടാണല്ലോ നീ വന്നേക്കുന്നത്. നേരത്തെ ഒന്നുമല്ല, പറഞ്ഞ സമയം ഏതാണ്ടാവാറായി. നിന്നെ വിളിച്ചിട്ട് നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതാ നീ വീടിനകത്ത് വന്നേ. വണ്ടിയെ നിർത്തിക്ക്, ഒരു കാര്യമുണ്ട്. റോഷൻ വണ്ടി സൈഡിൽ ഒതുക്കി. അരുൺ ബൈക്കിൽ നിന്നിറങ്ങി മുന്നിൽ വന്ന് റോഷനോട്, മച്ചാനെ കിട്ട് ലുക്കാണ് നിന്നെ കാണാൻ. എന്ത് നല്ല മണം! ഏത് പെർഫ്യൂമോ മോനെ അടിച്ചിരിക്കുന്നത്. നീ എന്താ കോളേജിൽ ഇങ്ങനൊന്നും വരാത്തെ? നിന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും ശരത്ത് ഞെട്ടും. അല്ല, എത്ര നേരത്തെ പോയിട്ട് എന്താ നിൻ്റെ ഉദ്ദേശം? അതും ആദ്യമായിട്ട് പോകുന്നൊരു വീട്ടിൽ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്നല്ലേ? പിന്നെ ആദ്യമായിട്ടല്ലല്ലോ, ഇതിന് മുമ്പ് നമ്മളവിടെ പോയിട്ടില്ലേ? അത് രാത്രി വീട് കാണാനാണെന്നും മാത്രം. ഇപ്പോൾ ഐശ്വര്യയെ കാണാൻ. വളരെയേറെ സൂക്ഷിച്ച് വേണം ഐശ്വര്യമായിട്ട് ഇടപെടാൻ. നീ പറഞ്ഞ വിവരങ്ങളും എനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് ഐശ്വര്യയുടെ ഒരു വ്യക്തമായിട്ട് രൂപം എൻ്റെ മനസ്സിലുണ്ട്. നീ വണ്ടിയിൽ കയറൂ. ഇരുവരും അങ്ങനെ ശരത്തിൻ്റെ വീട്ടിലെത്തി. ബൈക്ക് റോഷൻ ഗേറ്റിന് വെളിയിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് ഗേറ്റ് തുറന്ന് രണ്ടുപേരും അകത്തോട്ട് കയറി. കോളിംഗ് ബെല്ലടിച്ചു. തൻ്റെ ദേവത തന്നെ വന്ന് വാതിൽ തുറക്കും എന്ന പ്രതീക്ഷയോടെ റോഷൻ വാതിൽക്കൽ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. റോഷൻ ആദ്യമായിട്ട് ഐശ്വര്യയെ കാണാൻ പോകുന്നതിൻ്റെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. പക്ഷേ റോഷൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് അവിടെ സംഭവിച്ചത് വേറൊന്നായിരുന്നു. റോഷൻ അങ്ങനെ വാതിൽ തുറക്കുന്ന ശബ്ദവും കേട്ട് തൻ്റെ ദേവതയെ കാണാൻ നോക്കി നിൽക്കുമായിരുന്നു. വാതിൽ തുറന്ന് പുറത്ത് വന്നത് ദേവതയല്ലായിരുന്നു, ചമ്മിപ്പോയി. നളിനി ചേച്ചിയായിരുന്നു. നളിനിയെ കണ്ടതും റോഷൻ്റെ എല്ലാ ആവേശവും പോയി. നളിനി, ആരാ? പരിചയമുള്ള ശബ്ദം കേട്ട് സൈഡിൽ നിന്നിരുന്ന അരുൺ മുന്നിലോട്ട് വന്നു. അരുൺ പറഞ്ഞു, ഇത് ഞാനാ നളിനി ചേച്ചി. അല്ല, ചേച്ചി എന്താ ഇവിടെ? ഇന്ന് ഇവിടുത്തെ ശരത്തിൻ്റെ അച്ഛൻ്റെ പിറന്നാളല്ലേ? കോളേജിലെ ശരത്തിൻ്റെ കൂട്ടുകാരെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഐശ്വര്യ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. ഇതാരാ? നളിനി റോഷനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് റോഷൻ, ശരത്തിൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരനാ. അപ്പം നിങ്ങളാണോ ഇന്ന് വരുന്ന വിരുന്നുകാർ? മക്കൾ അവിടെ തന്നെ നിൽക്കാതെ വേഗം കയറിയിരിക്കുക, ഞാൻ പോയി ശരത് മോനെ വിളിക്കാം. ഇതും പറഞ്ഞ് നളിനി ഉള്ളിലോട്ട് പോയി. റോഷനും അരുണും ഉമ്മറത്തെ കസേരയിൽ കയറിയിരുന്നു. നളിനി അകത്തേക്ക് പോയി ശരത്തിൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് വാതിൽ തട്ടി. അവന് വിളിച്ചു. പക്ഷേ നോ രക്ഷ. അവൻ നല്ല ഉറക്കത്തില്ല. തിരികെ വന്ന് പറമ്പിൽ നിന്ന് ഇല പൊട്ടിച്ച് അടുക്കളയിലോട്ട് വരുന്ന ഐശ്വര്യയുടെ വിവരങ്ങൾ പറഞ്ഞു. അവൻ എപ്പോഴാണ് വന്നേ? ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇല പൊട്ടിക്കാൻ നീ പോകാൻ നേരത്തെ ബെല്ലടിച്ചത് അവരായിരുന്നു. ഞാൻ ഉമ്മറത്തോട്ട് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അരുണുണ്ട്, കൂടെയുള്ള മറ്റേ ചെറുക്കൻ എനിക്കറിയില്ല. അയ്യോ നളിനി, അത് റോഷനായിരിക്കും. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അവനിവിടെ വരുന്നത്. എനിക്കവനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നളിനി പോയിട്ട് അവരോട് ഡ്രോയിങ് റൂമിലോട്ട് കയറിയിരിക്കാൻ പറ. അവർ വരുമ്പോൾ കുടിക്കാൻ കൊടുക്കാനുള്ള ലൈം ജ്യൂസ് എടുത്ത് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എന്നിട്ട് നളിനി പോയിട്ട് ഒന്നും കൂടി ശരത്തിനെ വിളിച്ചു നോക്ക്. ശരത്തിനെ ഞാൻ വിളിക്കാനില്ല, നീ പോയി ഒന്ന് വിളിച്ചു നോക്ക്. അവൻ ഇപ്പോഴും നേരം എടുത്തിട്ടില്ല. ഞാൻ പോയി അവരോട് ഡ്രോയിങ് റൂമിലോട്ട് ഇരിക്കാൻ പറയാം. ഇതേ സമയം ഉമ്മറത്തിരുന്നു കൊണ്ട് റോഷൻ, ഇതാരാ ഈ പെണ്ണ്? നിന്നെ എങ്ങനെ അവർക്കറിയാം? എടാ, അത് നളിനി, ശരത്തിൻ്റെ അച്ഛൻ്റെ ഒരു അപ്പുന്ന ബന്ധുവാണ്. മുമ്പൊരിക്കൽ അവരെന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ വല്ല ഫംഗ്ഷനും ഉണ്ടാകുമ്പോൾ നളിനി ചേച്ചി വന്നിട്ടാ ഐശ്വര്യ സഹായിക്കാറ്. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും അവരുടെ വീട്ടിലോട്ട്. അപ്പോഴേക്കും നളിനി ഉമ്മറത്തെത്തിയിരുന്നു. എന്താ രണ്ടാളിരുന്ന് പിറവെറുക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ശരത്ത് എന്തിയെ? അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല.
നിങ്ങളോട് രണ്ടാളോടും അകത്തോട്ട് ഡ്രോയിങ് റൂമിലോട്ട് വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട ചേച്ചി, ഞങ്ങളിവിടെ ഇരുന്നോളാം. അതല്ലടാ, നിങ്ങളോട് രണ്ടാളോട് ഡ്രോയിങ് റൂമിലോട്ട് ഇരിക്കാനാണ് ഐശ്വര്യ പറഞ്ഞ്. ഞങ്ങൾ വന്നിരുന്നോളാം. ചേച്ചി പോയി ഒന്നുകൂടി ശരത്തിനെ വിളിക്ക്. അവനെ വിളിക്കാൻ ഇനി ഐശ്വര്യയാണ് പോകുന്നത്. നിങ്ങളകത്ത് വന്നിരിക്കും. അതും പറഞ്ഞ് നളിനി അകത്തോട്ട് പോയി. അപ്പോൾ റോഷൻ പറഞ്ഞു, നമുക്കെന്നാൽ അകത്തോട്ടിരുന്നാലോ? ഇവിടെ മതി. നീ ഇവിടെ ഇരുന്നോ, ഞാൻ അകത്തോട്ട് പോവാ. വേണ്ട, ഞാനും വരുന്നു, നടക്ക്. അങ്ങനെ ഇരുവരും ഡ്രോയിങ് റൂമിൽ വന്നിരുന്നു. ഇത് കണ്ട നളിനി ഐശ്വര്യയോട് പറഞ്ഞു, അമ്മാരി അവിടെ വന്നിരിക്കുന്നുണ്ട്. കൂട്ടത്തെ റോഷനെ കണ്ട കൊള്ളാം, നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ളിടത്തുനിന്നാണെന്ന് തോന്നുന്നു. ഞാൻ ചെറുക്കനെ ഇതുവരെ കണ്ടിട്ടില്ല. ശരത്ത് പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അവനെക്കുറിച്ച് കേട്ടെടുത്തോളം നല്ല ചുറ്റുപാടുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇതും പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ലൈം ജ്യൂസ് എടുത്ത് 2 ഗ്ലാസ്സിൽ വെച്ച് അത് രണ്ടും സ്ട്രോയിൽ വെച്ച് ട്രെയിലും വെച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാനൊരുങ്ങി. നളിനി ചോദിച്ചു, നിന്നെ പെണ്ണ് കാണാൻ വന്ന പോലെ ഉണ്ടല്ലോ നീ. ശരി. നളിനി ചോദ്യഭാവത്തിലൊന്ന് നോക്കി. അല്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ട്രെയിൻ ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഒന്ന് ഇവിടുന്ന്, മനുഷ്യനെ കളിയാക്കാതെ. ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒന്നൊരുങ്ങിയിട്ടുള്ളൂ. ഈ നീല സാരി കഴിഞ്ഞ കൊല്ലം ചേട്ടൻ്റെ ഫ്രണ്ട് നന്ദുവിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടി ചേട്ടൻ കൊടുത്തയച്ചതാണ്. അന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ ഇത് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സാരി എടുത്തു. നീ ഇതുവരെ കാണാതിരുന്നത്? ചേട്ടൻ പോയിട്ട് ഇപ്പോൾ 3 കൊല്ലത്തിനടുത്തോളായില്ലോ. ചേട്ടൻ വന്നിട്ട് ഈ സാരി എടുത്ത് ചേട്ടനൊന്ന് കാണിക്കാമെന്നും ചേട്ടൻ്റെ കൂടെ പുറത്തു പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അതാ ഞാനിത് എടുക്കാതെ എടുത്ത് വെച്ച്. ഇന്ന് ചേട്ടൻ്റെ പിറന്നാളായതുകൊണ്ട് ഇതെടുത്ത് അമ്പലത്തിൽ പോകാമെന്നും കരുതി. പക്ഷേ അതും നടന്നില്ല. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങിയിട്ടില്ല. ഞാനൊരു തമാശ പറഞ്ഞതാ. അതെനിക്കറിയാം. ഇങ്ങനെ സംസാരിച്ച് നിന്നാൽ ശരിയാവില്ല മോളെ. ഞാൻ ഇതുകൊണ്ട് കൊടുക്കട്ടെ. ഇതും പറഞ്ഞ് ഐശ്വര്യ ജ്യൂസുമായി ഡ്രോയിങ് റൂമിലോട്ട് പോയി. ഐശ്വര്യ കാത്തു നോക്കിയിരിക്കുന്ന റോഷൻ ഐശ്വര്യയുടെ വരവ് കണ്ട് സോഫയിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയി. ഐശ്വര്യ അടുത്തെത്തിയതും ഇരുവരും മുഖത്തോട് മുഖം കണ്ണോട് കണ്ണോളം നോക്കി. ഏതാനും സെക്കൻഡുകൾ ഐശ്വര്യയുടെ കണ്ണിലോട്ട് റോഷൻ നോക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഐശ്വര്യയ്ക്ക് എന്തോ പോലെയായി. പെട്ടെന്ന് ഐശ്വര്യ, ഇരുന്നോളൂ, എഴുന്നേക്കണ്ട എന്നും പറഞ്ഞ് കൊണ്ടുവന്നത് റോഷന് നേരെ നീട്ടി. റോഷൻ ഐശ്വര്യ നോക്കി ലൈം ജ്യൂസൊക്കെ എടുത്തു. അപ്പം തന്നെ അരുൺ അവനെ പിടിച്ച്, നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തി. ഐശ്വര്യ കൊണ്ടുവന്ന ട്രേ ടീപ്പോയിൽ വെച്ച് അരുണിനോട് എടുത്ത് കുടിക്കാൻ പറഞ്ഞു. അരുണും ജ്യൂസ് എടുത്തു. ആൻറ്റിക്ക് ഇവനെ മനസ്സിലായോ? ഇവൻ ആരാന്നറിയോ? അറിയാം, റോഷനല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലെ 3-ാമൻ. ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു. ആൻറ്റിക്ക് എങ്ങനെ ഇവനെക്കുറിച്ച് അറിയാം? നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെങ്ങനെയാ? എന്നോടെല്ലാം ശരത്ത് പറയാറുണ്ട്, അത് വെച്ച് പറഞ്ഞതാ. അരുൺ ഇതെല്ലാം സംസാരിക്കുമ്പോഴും റോഷൻ്റെ കണ്ണുകൾ ഐശ്വര്യയുടെ മേലായിരുന്നു. അത് ഐശ്വര്യ ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ തന്നെ ആദ്യം കാണുന്നത് കൊണ്ടാകും എന്ന് കരുതി. പക്ഷേ റോഷൻ്റെ കണ്ണിലെ തിളക്കം ഐശ്വര്യ വല്ലണ്ടങ്ങാക്കി. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണിലോട്ട് നോക്കാൻ ഐശ്വര്യയ്ക്ക് കഴിഞ്ഞില്ല. ഇത് നളിനി പറഞ്ഞ പോലെ പെണ്ണുകാണൽ ചടങ്ങ് പോലെയൊക്കെ ഉണ്ട്, ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും റോഷൻ ജ്യൂസ് കുടിച്ചു. ശരത്തവിടെ? അവൻ എപ്പോഴും എഴുന്നേക്കാം? ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ഇന്ന സമയമൊന്നും ഇല്ല മോനെ. എഴുന്നേക്കാൻ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പോയി വിളിക്കണം. നിങ്ങളിരുന്ന് കുടിക്ക്, ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. അരുൺ, നീ പോയി ശരത്തിനെ വിളിച്ചിട്ട് വാ. നമ്മൾ വന്നെന്നറിഞ്ഞാൽ അവൻ പെട്ടെന്ന് എഴുന്നേക്കും. അവനൊരു സർപ്രൈസ് ആകും. തന്നെ ഒഴിവാക്കി ഐശ്വര്യയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി റോഷൻ്റെ ട്രിക്കാണെന്ന് അരുണിന് മനസ്സിലായി. അപ്പോൾ ഐശ്വര്യ പറ്റും, എന്നാൽ നീ പോയി വിളിച്ചു നോക്ക്. മുകളിലത്തെ 2-ാമത്തെ മുറിയാണ് ശരത്തിൻ്റെ. അരുൺ റോഷനൊന്ന് നോക്കിക്കൊണ്ട് കുടിച്ച ഗ്ലാസ് അവിടെ വെച്ചിട്ട് ശരത്തിനെ വിളിക്കാൻ പോയി. അരുൺ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ ടീപ്പോയി മേലുള്ള ഗ്ലാസ് എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്നിതായി. ഈ സമയം അത് നല്ലപോലെ റോഷനൊന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കൃത്യ അളവൊക്കെ വരെ എടുക്കുന്നുണ്ട്. എന്നാൽ സ്റ്റെയർ കേസ് പകുതി കയറി അരുൺ റോഷൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്നൊന്ന് ഒളിഞ്ഞു നോക്കി. ഐശ്വര്യ തൻ്റെ മുമ്പിൽ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയതായതും റോഷൻ അവിടെ നിന്ന് എഴുന്നേറ്റ്. പെട്ടെന്നുള്ള റോഷൻ്റെ എഴുന്നേൽക്കലിൽ ഐശ്വര്യ ചെറുതായിട്ടൊന്ന് ഞെട്ടി. എന്നിട്ട് റോഷൻ്റെ മുഖത്തോട്ട് നോക്കി. അവൻ്റെ മുഖത്ത് അപ്പോൾ ചെറിയൊരു ചിരി വിടർന്നു. അത് കണ്ട് ഐശ്വര്യയും ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഐശ്വര്യയുടെ മുഖത്ത് ചിരി കണ്ടതും റോഷൻ
പാൻറ്റുമ്മേ ഒരു പൊതിഞ്ഞ് വെച്ച് ശരത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ അമ്പലത്തിൽ കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെയും വഴിപാടിൻ്റെയും എല്ലാം പ്രസാദം എടുത്ത് ഐശ്വര്യക്ക് തുറന്ന് കാണിച്ചെടുത്തു. അപ്പോൾ ആൾ ചോദിച്ചു, ഇതെന്താ? ഞാനും അമ്പലത്തിൽ പോയി ശരത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ പ്രാർത്ഥിച്ചു, പുഷ്പാഞ്ജലിയും വഴിപാടൊക്കെ കഴിപ്പിച്ചു, അതിൻ്റെ പ്രസാദം. ഇതൊക്കെ കേട്ട് ഐശ്വര്യ വല്ലാത്തൊരു ആശ്ചര്യത്തോടും സന്തോഷത്തോടെയും റോഷനെ നോക്കി. ഐശ്വര്യയുടെ മുഖത്ത് കണ്ട സന്തോഷത്തിൽ റോഷനൊരു കാര്യം വ്യക്തമായി. താൻ വിചാരിച്ച പോലെ അമ്പലവും ഭക്തിയുടെയും ഐശ്വര്യയുടെ മനസ്സിനകത്തോട്ട് കയറാൻ ഒരു വഴിയുണ്ട്. ഐശ്വര്യ പ്രസാദം വാങ്ങിച്ച് ചന്ദ്രൻ നെറ്റി തൊട്ടതിന് ശേഷം നല്ല പുഞ്ചിരിയോടെ റോഷനോട് സംസാരിച്ചു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതും കൂട്ടുകാരൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ റോഷൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പോകാതിരുന്ന അപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ആവുക. അപ്പോൾ നിൻ്റെ വീട് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണല്ലേ? അവിടെ ഞാൻ വരാറുണ്ട്. ഞാൻ അധികവും ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് പോകാറ്. ഇന്ന് പോകാൻ കഴിഞ്ഞില്ല. എല്ലാ കൊല്ലം ശരത്തിൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ദിവസം ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നതൊക്കെ ചെയ്യാറുള്ളതാണ്. ഇന്നതിന് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കൃഷ്ണൻ്റെ പ്രസാദമായി മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഇപ്പോൾ ആ വിഷമം എനിക്ക് മാറിക്കിട്ടി. ഐശ്വര്യ ആൻറ്റി, ഇനി അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ ചെയ്തു തന്നോളാം. എനിക്കിനി നിന്നെ അറിയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിൻ്റെ ദൈവകോപം എൻ്റെ കുടുംബത്തിനുണ്ടാവില്ലേ? അതുകൊണ്ട് കഴിയുന്നത് ഞാൻ അമ്പലത്തിൽ പോകാൻ നോക്കാറ്. ഐശ്വര്യ ആൻറ്റിക്ക് ദൈവകോപമൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ലതല്ലേ ആൻറ്റി? അപ്പോൾ പിന്നെ എങ്ങനെ ദൈവകോപം ഒക്കെ ഉണ്ടാവാൻ കാണും? ചിരിച്ചുകൊണ്ട് മതി. അല്ല, ശരത്തിനെ വിളിക്കുമ്പോൾ ആരെണ്ണയും കാണുന്നില്ലല്ലോ, അവരെന്താ വരാത്തെ? ഇതൊക്കെ കേട്ടുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ പകുതിയിൽ നിൽക്കുന്ന ആരും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ മുറിയുടെ വാതിൽ തട്ടി. എടാ ശരത്തെ, മോനെ എഴുന്നേക്കടാ, ഇത് ഞാനാടാ അരുൺ. അരുണിൻ്റെ ശബ്ദം കേട്ടതും ഉറക്കച്ചടവൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ശരത്ത് എഴുന്നേറ്റ് വാതിൽ തുറന്നു. നിങ്ങളിപ്പോൾ വന്നു? അതും ഇത്ര നേരത്തെ? റോഷൻ എന്തേ? വന്നില്ലേ? നേരത്തെ ഒന്നുമില്ല, നീ എഴുന്നേക്കാൻ വൈകിയതാ. റോഷൻ താഴെ ഇരുന്ന് നിൻ്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നിനക്ക് കിടക്കാൻ വൈകിയോ? ഇന്ന് ക്ലാസ്സില്ലാത്ത കൊണ്ട് റോഷൻ അയച്ചെന്ന് വീഡിയോസൊക്കെ കണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ വൈകിപ്പോയി. എന്നാൽ നീ നോക്ക്, ഞാൻ താഴോട്ട് ചെല്ലാം. ഓക്കെ. ആരും ശരത്തിൻ്റെ മുറിയിൽ നിന്നിറങ്ങി പതുക്കെ സ്റ്റെയർ കേസ് ഇറങ്ങാൻ തുടങ്ങി. സ്റ്റെയർ കേസ് പകുതി എത്തിയപ്പോഴും അവന് ഐശ്വര്യയുടെ റോഷൻ്റെ സംസാരം കേൾക്കാമായിരുന്നു. അവൻ അവിടെ തന്നെ നിന്ന് അവരെന്താ സംസാരിക്കുന്നതെന്ന് കാതോർത്തു. ഐശ്വര്യ ചോദിച്ചു, വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അച്ഛനും അമ്മയും ജർമ്മനിയിലാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പണിക്കാറുണ്ട്. എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ ആവില്ലല്ലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ആൺകുട്ടികളായ അങ്ങനെ വേണം, എല്ലാം ശീലാക്കണം. ഇവിടെ ശരത്തിന് ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പറ്റില്ല. നിൻ്റേത് അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യാസമാണ്. നളിനിയാക്കട്ടെ എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ പോയി ഈ പ്രസാദം പൂജാമുറി വെക്കട്ടെ, റോഷൻ ഇരിക്കുക. ഇതും പറഞ്ഞ് പൂജാമുറിയിലോട്ട് പോകുമ്പോൾ ഐശ്വര്യയുടെ അതൊക്കെ നോക്കി ഇങ്ങനെ വെള്ളിറക്കി ഇരിക്കുകയായിരുന്നു ആൾ. ഐശ്വര്യ പൂജാമുറിയിൽ പ്രസാദവും കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ശരത്ത് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അരുൺ വേഗം താഴേക്ക് ചെന്നു. താഴേക്ക് വരുന്ന അരുണിനെ കണ്ട ഐശ്വര്യ, ശരത്ത് അവിടെ എഴുന്നേറ്റില്ലേ? എന്നാൽ ഞാൻ പോയി വിളിക്കാം. വേണ്ട, ഫ്രഷ് ആവാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ശരത് സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ടെത്തിയിരുന്നു. ശരത്തിനെ കണ്ടതും ഐശ്വര്യ, എപ്പോഴെങ്കിലും എഴുന്നേക്കാൻ തോന്നിയല്ലോ. കണ്ടോ, റോഷൻ നിൻ്റെ അച്ഛൻ്റെ പേര് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വേണം ആൺകുട്ടികളായ. നിന്നെ രാവിലെ ഞാൻ എത്ര വിളിച്ചു. നീ എഴുന്നേറ്റോ, കണ്ടു പഠിക്കുക റോഷനെ. റോഷൻ്റെ മുമ്പിൽ വെച്ച് ഐശ്വര്യ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരത്ത് എന്തോ പോലെ ഒരു ചമ്മിയ ചിരിയോടെ അവൻ റോഷനെ നോക്കി. അവൻ കിട്ടു ലുക്കിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ വന്നപാടെ അമ്മയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി. ഐശ്വര്യ അവരോട് എന്തോ താല്പര്യമുള്ള പോലെ ശരത്തിന് തോന്നി. എങ്ങനെ ഇല്ലാതിരിക്കും, അമ്മയുടെ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ അവൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ശരത്ത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ഐശ്വര്യ അടുക്കളയിലോട്ട് പോയതും ശരത്ത് അവൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇതിനായിരുന്നല്ലേ നീ അച്ഛൻ്റെ പേര് നക്ഷത്രം ചോദിച്ചത്?
നീ ചെയ്ത കാര്യം അമ്മയ്ക്ക് ശരിക്കും ബോധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ആരെക്കുറിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് ശരിക്കും സർപ്രൈസായി പോയി പോലെ. ഞാൻ കരുതിയതല്ല നീ അമ്പലത്തിൽ പോകുന്നു ഇതൊക്കെ ചെയ്യുന്നു. ആ അത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ അയച്ചു തന്നത്? അതാ ഇത് എഴുന്നേൽക്കാൻ നേരം വൈകി തന്നെ. ആഹാ, ഈ വീട്ടിൽ എത്ര മുറികളുണ്ട്? എൻ്റെ വീട് കുഴപ്പമില്ല. താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും. നീ വാ, ഞാൻ നിനക്ക് വീടൊക്കെ കാണിച്ചു തരാം. ഇതും പറഞ്ഞ് ശരത്ത് റോഷനെയും കൂട്ടി മുകളിലോട്ട് പോയി. അരുൺ അവിടെ സോഫയിലിരുന്നുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. റോഷൻ്റെ വഴി ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. ഐശ്വര്യയുടെ പുറത്ത് തന്നെ അവൻ പിടിച്ചിരിക്കുന്നത്. വീട്ടിലെ വഴികളും കാര്യങ്ങളൊക്കെ അറിയാനാ ഇപ്പോൾ അവിടെ വീട് ചുറ്റി കാണുന്നത്. ഇനി ഭയക്കേണ്ടതില്ലല്ലോ. അപ്പോഴേക്കും ഐശ്വര്യ നടന്നിയോട് ഉണ്ണാനുള്ള ഇലയിടാൻ പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കാൻ ചെന്നു. അപ്പേ ദേ അവിടെ ഇരിക്കുന്ന അരുൺ. അപ്പം ഐശ്വര്യ ചോദിച്ചു, എന്താടാ ഒരു ഗൗരവപരമായിട്ട് ആലോചിക്കുന്നേ? ഞാൻ വരാൻ പോകുന്ന ഓരോന്നിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. അവനറിയാതെ പറഞ്ഞുപോയി. എന്ത് കളി? അല്ല, ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാര്യം. അതാ ഞാൻ പറഞ്ഞത്. പഠിക്കേണ്ട സമയത്ത് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആലോചിച്ചിരുന്നാലേ പഠിപ്പിപ്പരക്കോട്ട് പോകും. അതോർമ്മ വേണം. ഇല്ല ആൻറ്റി, ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെയുണ്ട്. റോഷിനെ ശരത്തിനെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പാ. ഞാൻ അവിടെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് വരാം. അതിനുശേഷം 3 പേരും ഉണ്ണാനിരുന്നു. ഐശ്വര്യ നളിനിയും ഓരോ കറികളും ഇലയിൽ വിളമ്പി. അതിനുശേഷം ചോറും അവസാനം പാൽപ്പായസവും പരിപ്പ് പായസവും തുടങ്ങിയ 2 തരം പായസവും നൽകി. ഐശ്വര്യ റോഷിന് വേണ്ടുവോളം ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വീണ്ടും വീണ്ടും വിളമ്പി കൊടുത്തു. റോഷനാണേ കഴിക്കുമ്പോൾ ഐശ്വര്യ അവന് കറികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കഴിച്ചു കഴിഞ്ഞ് ശരത്തും അരുണും എഴുന്നേറ്റ് കൈയൊക്കെ കഴുകാൻ പോയപ്പോൾ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന റോഷനോട് ഐശ്വര്യ, പാൽപ്പായസം അത്ര നന്നായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽപ്പായസം. അതെന്താ, പാലിഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത്? ഈ പാൽപ്പായസം ഐശ്വര്യ ആൻറ്റിയെ പോലെ നല്ല വെളുത്തിട്ടല്ലേ? കൂടാതെ നല്ല മധുരമുണ്ട്. ഐശ്വര്യ ആൻറ്റിക്ക് പാലിഷ്ടമല്ലേ? ഇഷ്ടമാണ്. ശുദ്ധമായ പാല എല്ലാവർക്കും ഇഷ്ടം അല്ലേ ഐശ്വര്യ ആൻറ്റി? പക്ഷേ ഇപ്പോൾ നല്ല പാൽ ലഭിക്കാനില്ലല്ലോടാ. പശുക്കളുള്ളിടത്ത് കിട്ടും, അല്ലാതെയും കിട്ടും. നമ്മളും കൂടി ശ്രമിച്ചാൽ മതി. റോഷൻ്റെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടിട്ടാണ് അതിന് കൈ കഴുകി വരുന്നത്. റോഷൻ അരുണിനോട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ശ്രമിച്ചാൽ നല്ല പാല് കിട്ടത്തില്ലേ? കിട്ടുമായിരിക്കും, നീ പോയി കൈ കഴുകി വാ, അരുണ് പറഞ്ഞു. ഭക്ഷണശേഷം 3 പേരും ശരത്തിൻ്റെ റൂമിൽ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം താഴെ വന്ന് പോകാൻ നേരം ഐശ്വര്യയോട് റോഷൻ പറഞ്ഞു, ഇവിടെ എന്താ ഐശ്വര്യ ആൻറ്റി, റേഞ്ച് കുറവാണോ? ഫോണിൽ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ ശരത്തിന് ഇങ്ങോട്ട് വിളിച്ചാലും കിട്ടാറില്ല. ഇവിടെ ചിലപ്പോൾ റേഞ്ച് തരാറുണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ലാൻഡ് ഫോണാണ് ഉപയോഗിക്കാറ്. ഇവൻ്റെ അച്ഛൻ അധികവും വിളിക്കാറ് ലാൻഡ് ഫോണിലോട്ട് തന്നെയാണ്. എന്നിട്ട് ഇതുവരെ ശരത്ത് ലാൻഡ് ഫോൺ നമ്പർ എനിക്ക് തന്നില്ലല്ലോ. ലാൻഡ് ഫോൺ ഉള്ളത് പോലും പറഞ്ഞിട്ടില്ല. ഐശ്വര്യ ആൻറ്റി എത്ര ലാൻഡ് ഫോൺ നമ്പറൊന്ന് തന്നെ. ആൾ നമ്പർ കൊടുത്തു. അപ്പോൾ ശരത്ത്, നീ എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും കിട്ടാറുള്ളതല്ലേ, അതാ ഞാൻ ലാൻഡ് ഫോൺ നമ്പർ തരാതിരുന്നത്. അടുത്തന്നെ ഇവിടെ പുതിയ ടവർ സ്ഥാപിക്കുന്നുണ്ട്, അപ്പോൾ റേഞ്ച് തകരാറൊക്കെ മാറിക്കിട്ടും. ശരി. അല്ല, നീ അമ്മയും ഇപ്പോൾ നല്ല കൂട്ടായോ? ഇപ്പോൾ നിനക്ക് മനസ്സിലല്ലേ എൻ്റെ മാത്രം ഗൗരവക്കാരിയല്ലാത്? ആരോട് പറയുന്ന പോലെ അല്ലേടാ? ഈൻ്റെ അവിടെ നിന്ന് അവർ കുറച്ചു നേരം സംസാരിച്ച ശേഷം റോഷൻ ഐശ്വര്യയോടും നളിനിയോടും യാത്ര പറഞ്ഞു. റോഷനും അരുണും അവിടെ നിന്ന് ബൈക്ക് എടുത്ത് പുറപ്പെട്ടു. അവർ പോയ ശേഷം ശരത്ത്, അമ്മ എന്തിനാ റോഷൻ്റെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കി? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ, നിന്നെ കൊച്ചാക്കിയതൊന്നുമില്ല. നീ ഒന്ന് നോക്കിക്കേ, റോഷൻ നിന്നേക്കാൾ എത്ര സ്മാർട്ടാണെന്ന്. റോഷനൊക്കെ കൂട്ടുണ്ടായിട്ടും നീ എന്താ ഇപ്പോഴും ഈ മടി പിടിച്ച് നടക്കുന്നത്? ഒരു ഉത്സാഹമില്ലാതെ. ഞാൻ അവനെ കണ്ട് പഠിക്കും. പഠിക്കാൻ പറ്റിയ ആൾ. നീ എന്താ പിറവിറുക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് ഞാനാവാനേ പറ്റൂ, അല്ലാതെ റോഷനാവാൻ പറ്റില്ല. ഞാൻ നിന്നോട് റോഷനാവാനല്ല, നീ ആവാൻ തന്നെയാണ് പറഞ്ഞു വരുന്നത്. കൂട്ടുകാർ പോയപ്പോഴേക്കും അമ്മയും മകനും തുടങ്ങിയോ? ഞാൻ പോവാ, ഇപ്പം പോയാൽ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്താം. ഒന്നുമില്ല നളിനി, ഞങ്ങൾ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു. എടാ, നീ നളിനി ഒന്ന് വീട്ടിലാക്കി കൊടുക്ക്, കയ്യിൽ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. നല്ല ചേച്ചി വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് ശരത്തും. വേണ്ട മോനെ, ഞാൻ ജസ്റ്റിന് പൊക്കോളാം. അല്ലേ ചേച്ചി, വീട്ടിൽ വിടാം. അങ്ങനെ ശരത്ത് ബൈക്ക് എടുത്ത് നളിനിയും കൂട്ടി നളിനിയുടെ വീട് ലക്ഷ്യമാക്കിപ്പോയി.
അവർ പോയതും ഐശ്വര്യ ഉമ്മറത്തെ വാതിലടച്ച് നേരെ ബെഡ്റൂമിൽ വാഷ്റൂമിൽ പോയി കുളിച്ച് മുടിയൊക്കെ ഇതാക്കി ഇത് കൺമശിയൊക്കെ എഴുതി നല്ലപോലെ ഇതാക്കി അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവളെ ഡ്രോയിങ് റൂമിലെ സോഫയിൽ വന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഐശ്വര്യ മനസ്സിലോർത്തു റോഷൻ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാതെ പോയതും ഒക്കെ റോഷനിൽ എന്തോ ഒരു ചെറിയ ആകർഷണവും പ്രത്യേകതയും അവൾക്ക് ഉള്ളതുപോലൊക്കെ തോന്നി. ഉള്ളിൽ എന്തോ ഒരു നാണം ഉണ്ടായി തുടങ്ങിയിരുന്നു. ഐശ്വര്യ അവിടെ നിന്ന് നേരെ ഉമ്മറത്തെ ഡോറ് തുറന്ന് അവിടെ വന്നിരുന്നു. വനിത വായിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ ഗേറ്റ് തുറന്ന് കയറി വരുന്നു. ഗേറ്റ് തുറന്ന് ആരാ കടന്നു വന്നതെന്നറിയോ? നമ്മുടെ വിനോദ് മാമൻ. ആളിങ്ങനെ കണ്ടതും ഐശ്വര്യ അവനെ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി വനിതയിൽ തന്നെ ശ്രദ്ധിച്ച് വായിച്ചു കൊണ്ടിരുന്നു. അവൻ അടുത്തെത്തി ചെറുതായി ചിരിച്ചുകൊണ്ട് ഉമ്മറത്തിരുന്ന് വനിത വായിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യയോട്, ഐശ്വര്യ ചേച്ചി വളരെ കാര്യമായിട്ടുള്ള വായനയിലാണല്ലോ, നമുക്കുള്ള വല്ലതും ഉണ്ടോ അതിൽ? ഐശ്വര്യ അവൻ്റെ മുഖത്ത് നോക്കാതെ ഗൗരവത്തിൽ തന്നെ, നമുക്കുള്ളതോ? അല്ല, എനിക്ക് വല്ല ഗുണമുള്ളതോ ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐശ്വര്യ മുഖത്ത് നോക്കാതെ അതേ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, നിനക്ക് ഗുണമുള്ളതെല്ലാം പറമ്പിലാണുള്ളത്, വനിതയിലല്ല ഉണ്ടാവുക. ഓ, അതെനിക്കറിയാം ചേച്ചി. ചേച്ചിയുടെ പറമ്പിലെ ഗുണം കണ്ടാൽ ആരാ വിട്ടിട്ട് പോവുക? അതല്ലേ ഞാൻ ഇങ്ങനെ തന്നെ വരുന്നത്. അവൻ്റെ ഇത്തരം വർത്താനങ്ങൾ ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല. അത് തനിക്ക് കൂടുതൽ ശല്യമാവുകയുള്ളൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവനെ പെട്ടെന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടി മുഖത്ത് നല്ല ഗൗരവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഐശ്വര്യ, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നീ എന്തിനാ വന്നത് വിനോദേ? എന്തിനാ ഐശ്വര്യ ചേച്ചി ഇത്ര ഗൗരവം? നമ്മളൊക്കെ ഈ നാട്ടിലുള്ളവരല്ലേ, എപ്പോഴും ചേച്ചി ഇങ്ങനെയാ. ഇവനോട് ഗൗരവം വിടാതെ സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ, ഓ ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, നീ കാര്യം വെറുതെ. ഞാൻ പറഞ്ഞില്ല ഐശ്വര്യ ചേച്ചി ഈ പറമ്പിലെ ഗുണമുള്ളതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. അവൻ്റെ ഉത്തരം ആ സംസാരം ഒട്ടും പിടിക്കാതെ ഐശ്വര്യ മുഖമൊന്ന് ഘടിപ്പിച്ചവനോട്, കാര്യമില്ലാതെ ഇവിടെ നിൽക്കാതെ നീ ഇപ്പോൾ പോകാൻ നോക്ക് വിനോദേ. ഓ വിനോദ്, കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? പറമ്പിൽ കയറാൻ ഐശ്വര്യ ചേച്ചിക്ക് സമ്മതമാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. സഹിക്കട്ടെ ഐശ്വര്യ, അതെങ്കിൽ തെളിച്ച് പറ, അല്ലെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ചേച്ചി ചൂടാവല്ലേ, അമ്മയൊക്കെ ഇപ്പം തന്നെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി താളിക്കര ഇടം പറമ്പിൽ കയറുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ചേച്ചിയുടെ സൗകര്യാർത്ഥം എപ്പോഴാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഐശ്വര്യ ചേച്ചിയുടെ പറമ്പിൽ നല്ലപോലെ കയറി മുകളിൽ മൂത്ത് നിൽക്കുന്ന താളികരങ്ങളെല്ലാം നല്ലപോലെ വെട്ടിയെടുത്ത് ഇറങ്ങും ഞാൻ. ഇവൻ ഐശ്വര്യയുടെ അതൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇത് കണ്ട ഐശ്വര്യ തൻ്റെ കയ്യിൽ നിവർത്തി പിടിച്ചിരിക്കുന്ന വനിത അങ്ങനെ മേലെ ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് ചെറിയൊരു രോഷത്തോടെ നോക്കി അതേ ഗൗരവത്തോടെ പറഞ്ഞു, നാളികേരം ഇടാൻ വരുന്ന കാര്യമാണെങ്കിൽ അതങ്ങ് നേരെ ചെവ്വേ പറയാൻ പാടില്ലേ? നിനക്കിങ്ങനെ വിസ്തരിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓ, ഈ ചേച്ചിക്ക് ഇഷ്ടമായിക്കോട്ടെ എന്ന് കരുതി ഒന്ന് വർണ്ണിച്ചെന്നേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ? ഇനി അങ്ങനെ വർണ്ണിച്ച് ബുദ്ധിമുട്ടേണ്ട, അത് നിനക്ക് തന്നെ ദോഷമായിട്ട് തീരും. ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനിത് നിർത്തി. അല്ല ചേച്ചി, കുറച്ച് മുമ്പ് ശരത്തും താളി ചേച്ചി കൂടി ബൈക്കിൽ പോകുന്നത് കണ്ടു. അതിനു മുമ്പ് അരുണും വേറൊരുത്തരും കൂടി ബൈക്കിൽ പോകുന്നത് കണ്ടു. അരുണിൻ്റെ കൂടെ ബൈക്കിൽ അവിടുന്ന് പോയവനാരാ? മുമ്പ് കണ്ടിട്ടില്ല. അവൻ്റെ ലുക്കൊന്നും വേറെ തന്നെയാണ്. കണ്ട നമ്മളെപ്പോലെയുള്ള ചുറ്റുപാടുള്ള ആളൊന്നും പറയില്ല അവനെ കാണാൻ. വേറൊരു സെറ്റപ്പുള്ളവനെ പോലെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആരൊക്കെ പോകുന്നുണ്ടെന്ന് ആരൊക്കെ വരുന്നുണ്ടെന്നെല്ലാം ഇവൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഇവനെ പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഇവൻ പോകില്ലെന്ന് ആൾക്ക് മനസ്സിലായി. ഓ, അവനെ നീ അറിയില്ല, അതെൻ്റെ മകൻ ശരത്തിൻ്റെ കൂട്ടുകാരനാണ്. വിനോദ്, എന്നാ ഇപ്പോൾ പോവാൻ നോക്ക്, എനിക്കകത്ത് കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞില്ല. ഇനി എന്ത് പറയാൻ? എപ്പോഴാണ് കയറേണ്ടതെന്ന്? നാളെയോ മറ്റന്നാളോ നിൻ്റെ സൗകര്യം പോലെ തേങ്ങയിടാൻ പോരെ. പൈസ അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ വേണം. അത് തരാൻ നീ ഇവിടെ വരണ്ട, ശരത്ത് നിൻ്റെ അടുത്തൊന്ന് വാങ്ങിക്കോളൂ. അത് വേണ്ട ചേച്ചി, ഞാൻ പൈസ ഇവിടെ വന്ന് ഐശ്വര്യ ചേച്ചിയുടെ കയ്യിൽ തന്നെ തരാം. കാരണം ചേച്ചിയല്ലേ എനിക്ക് തേങ്ങ തരുന്നത്. അപ്പോൾ നല്ലപോലെ കയറി ഇറങ്ങിയിടുന്നതിൻ്റെ പൈസ ഐശ്വര്യ ചേച്ചിക്ക് തന്നെ തരേണ്ടത്. ചേച്ചിയുടെ പറമ്പിലെ ഗുണമുള്ള തേങ്ങയുടെ അത്ര ഗുണമുള്ള തേങ്ങകൾ ഈ പ്രദേശത്ത് ഒരു ചേച്ചിമാരുടെ പറമ്പിലും കാണില്ല. അത്രയ്ക്കും നല്ല തേങ്ങയല്ലേ. വിനോദിൻ്റെ ഇത്തരം വർത്തമാനങ്ങൾ കേട്ട് ചെറിയ വെറുപ്പോട് കൂടിയുള്ള ദേഷ്യം മനസ്സിലുള്ളവെടുത്ത ഐശ്വര്യ,
ഞാൻ പറഞ്ഞ പോലെ നിനക്ക് പറ്റുമെങ്കിൽ തേങ്ങയുടെ നാളെ കൊണ്ടുവന്നിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് വരണ്ട. ഇതും പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങി ഐശ്വര്യയെ വിനോദ്. ഐശ്വര്യ ചേച്ചി ഒഴിവാക്കല്ലേ, എല്ലാം ചേച്ചി പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. വിനോദ് ഇപ്പോൾ ചെല്ല്. ഇതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി ഐശ്വര്യയെ തടഞ്ഞുകൊണ്ട് വിനോദ്. ചേച്ചി അവിടെ ഇരുന്നോ, ഞാൻ ഇറങ്ങിയ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അവൻ പോയ ശേഷം എന്തൊരു മാരണം. കുറച്ചേരത്തെ സമാധാനപരമായി ഒറ്റയ്ക്കിരിക്കാന്ന് വെച്ചാൽ അത്തും നശിപ്പിക്കാതെ ഇങ്ങനെ ഓരോരുത്തന്മാർ. ഇന്ന് റോഷനെ കണ്ടവരെല്ലാവരും അവനെക്കുറിച്ച് തിരക്കി. അതുകൊണ്ട് നല്ല പെരുമാറ്റവും സ്വഭാവം കൊണ്ടാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അവനെ കണ്ടിട്ട് നോക്കിയപ്പോൾ എൻ്റെ പോലെ തോന്നിയത്. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നളിനിയെ കൊണ്ടുവിട്ട് ശരത്ത് കയറി വരുന്നത്. ആടാ, നളിനി വീട്ടിലാക്കിയോ? ആ അമ്മ, ഇനി ഞാൻ കുറച്ചൊന്ന് ഇറങ്ങട്ടെ, എന്നെ ശല്യം ചെയ്യാൻ റൂമിൽ വരരുത്. മണി 6 ഉള്ളൂ, അപ്പോഴേക്കും ഉറങ്ങാനോ? പോയിരുന്ന് വലുതും പഠിക്കുക, ഇല്ലെങ്കിൽ അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. എൻ്റെ പൊന്നമ്മ ചതിക്കല്ലേ. ഞാൻ ഉറങ്ങാൻ പോകുന്നൊന്നുമില്ല, പോരെ? നിന്നെ നല്ലതിനാ മോനെ ഞാൻ പറയുന്നത്. ശരി ശരി എന്നും പറഞ്ഞ് റൂമിലോട്ട് പോയി. ഐശ്വര്യ നേരെ അകത്തോട്ടും പോയി. ഇതേ സമയം അരുണും റോഷനും ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട്. അരുൺ, നീ വണ്ടിയുടെ സൈഡാക്കി, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതെല്ലാം പറയാം, നീ ആദ്യം വണ്ടിയുടെ സൈഡാക്ക്. റോഷൻ വണ്ടി സൈഡാക്കിയ ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ അരുൺ അവൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട്, ഇന്ന് നീ ശരത്തിൻ്റെ വീട്ടിൽ വെച്ച് നല്ല വെള്ള സമയം കുറച്ച് കൂടുതലായിരുന്നല്ലോ. അപ്പോൾ നൈസായിട്ട് നീ ഐശ്വര്യയുടെ വേണ്ടതൊക്കെ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ ശരത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ വഴിപാട് കഴിപ്പിക്കുകയും പിന്നെന്താ നല്ല പാല് നമ്മൾ ശ്രമിച്ചാൽ കിട്ടുമല്ലോ എന്നൊരു അർത്ഥം വെച്ച സംസാരവും ഇന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഐശ്വര്യ കണ്ടപ്പോൾ തന്നെ നിൻ്റെ സകല ഇതും പോയിരുന്നു അല്ലേ മോനെ? ഇനിയെങ്കിലും ഒന്ന് പറ, എന്താ നിൻ്റെ പ്ലാൻ? ഇപ്പോൾ എന്തായിരിക്കും നിൻ്റെ പ്ലാനെന്ന് എനിക്ക് ചെറിയൊരു ഊഹമൊക്കെ ഉണ്ട്. എന്ത് തോന്നുന്നു ഐശ്വര്യയെ കണ്ടിട്ട്? ഇനി ഒക്കെ നീ പറ. നീ എല്ലാം പറഞ്ഞ ശേഷം ഇനി ഞാൻ വണ്ടി കയറുന്നുള്ളൂ. റോഷൻ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒക്കെ പോയതാണ്. ഫോട്ടോയിൽ കണ്ടതൊന്നും അല്ല, നേരി കണ്ടപ്പോൾ എന്തൊരെടുപ്പാണെന്നറിയോ. പിന്നെ ഞാൻ കടിച്ചു പിടിച്ച് നിന്നതാണ്. അവളുടെ മുന്നിലെത്തിയ എല്ലാവരുടെയും നിയന്ത്രണം അവളെ ആദ്യം കാണുമ്പോൾ തന്നെ നഷ്ടമായിട്ടാണ് ഐശ്വര്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. അവളെ കണ്ടാൽ ആർക്കും ക്ഷമിച്ച് നിൽക്കാൻ തോന്നില്ല, അത്രയ്ക്കുണ്ട്. പ്രത്യേകിച്ച് അത് അതൊക്കെ പറയാൻ വാക്കില്ല. ഈ പ്രായത്തിലും അതിൻ്റെയൊക്കെ ഒരു തലയെടുപ്പ് അത് വിവരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ പോലെ ഞാനും ആക്രാന്തം കാണിച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് അവളെ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആദ്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നീറ്റായിട്ട് പെരുമാറണം. അതിനുശേഷം ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് അതേ നീറ്റോടു കൂടി പെരുമാറാൻ മാത്രമേ ഐശ്വര്യയുടെ അടുക്കാനും അടുത്തിടപഴകാനൊക്കെ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ ഉദ്ദിഷ്ട കാര്യം നടക്കുകയുള്ളൂ. അതാ ഞാൻ നല്ല വെള്ള ചമഞ്ഞത്. അരുണപ്പോൾ ഇപ്പോഴും നിൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ അവളുടെ ഒരേ ഒരു വീക്ക്നെസ് അമ്പലവും പ്രാർത്ഥനയൊക്കെയാണ്. വളരെ ഈശ്വരഭക്തിയാണ്. അത് ശരത്തിനെ ഞാൻ ഒരിക്കൽ ഫോൺ വിളിച്ചപ്പോൾ നല്ല കുട്ടികൾ അമ്പലത്തിൽ നമ്മളോട് പറഞ്ഞതും നീ ഓർക്കുന്നുണ്ടോ? അതിൽ നിന്ന് തന്നെ എനിക്കൊരു ചെറിയ മണം കിട്ടിയതാണ്. ഐശ്വര്യയുടെ കാര്യം അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയത്. അല്ലാതെ അവൻ്റെ അച്ഛന് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ എനിക്കെന്താ വട്ടാണോ? എനിക്കിത് നേരത്തെ തോന്നിയിരുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല. അപ്പോൾ ഇനി എന്താ നിൻ്റെ അടുത്ത സ്റ്റെപ്പ്? ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഐശ്വര്യ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. പക്ക ഡീസൻറ്റ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വീട്ടമ്മ. എന്തെങ്കിലും സംഭവിച്ചാൽ ശരത്ത് വരെ ശത്രുവാകും റോഷൻ. ഐശ്വര്യ എൻ്റേതാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരത്ത് അവനറിയാതെ തന്നെ അനുകൂലിച്ച് എല്ലാത്തിനും ഒപ്പം ഉണ്ടാകും. എനിക്കില്ലാത്ത ഭയം എന്തിനാ നിനക്ക് മോനെ? നിൻ്റെയൊക്കെ ഭയം കൊണ്ട അവളെ ലഭിക്കാതെ പോയെ. മറ്റൊരു കാരണം അതാ. അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കണമെങ്കിൽ അവളുടെ മൊബൈൽ നമ്പർ എങ്ങനെയും കിട്ടണം. അതിനുള്ളൊരു വഴിയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നോക്കാം. ഇപ്പോൾ നിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിയില്ലേ? ഇനി നീ വണ്ടിയിൽ കയറി. നിന്നെ വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. ഇരുവരും അവിടെ നിന്ന് നേരെ അരുണിൻ്റെ വീട്ടിലെത്തുകയും അരുണിനോട് യാത്ര പറഞ്ഞ് റോഷൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി സോഫയിൽ വന്നിരുന്നു. ഇന്ന് ഐശ്വര്യയുടെ കാര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട്
എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ആദ്യം അവളുടെ വിശ്വസ്തനാവണം. എല്ലാവരെക്കാളും അതല്ലേ ആദ്യം വേണ്ടേ? അവളുടെ വിശ്വാസം പിടിച്ചു പറ്റണം. എന്നാൽ മാത്രമേ അവൾക്ക് തന്നോട് ഇഷ്ടം തോന്നുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഐശ്വര്യയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവളുടെ മനസ്സെന്താണെന്ന് അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ കാര്യം സാധിക്കാം. അതിനുള്ള വഴി എനിക്കറിയാം. പക്ഷേ ഏറ്റവും അതിൽ ലഭിക്കേണ്ടത് ഐശ്വര്യയുടെ മൊബൈൽ നമ്പറാണ്. ശരത്തിന് സംശയം തോന്നാത്ത രീതിയിൽ അതെങ്ങനെ? ഇങ്ങനെ ചിന്തിച്ച് ഒടുവിൽ സോഫയിലിരുന്ന് റോഷനങ്ങ് മയങ്ങിപ്പോൾ. രാത്രി പെട്ടെന്ന് മയക്കം വിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 9:30 ആകാതിരിക്കുന്നു. പെട്ടെന്ന് മുഖം കഴുകി ഫോണെടുത്ത് ഭക്ഷണം ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ശരത്തിൻ്റെ ഒരു മിസ് കോൾ ഉണ്ടായിരുന്നു. ഉടനെ തിരിച്ച് വിളിച്ചു. എന്താണ് വിളിച്ചേ? നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. എന്ത് പറ്റി? പതിവില്ലാത്തൊരു മയക്കം. അമ്മയുടെ സദ്യ വൈകിട്ട് ശരിക്കൊന്ന് പിടിച്ച അത് കഴിച്ചാൽ ആരായാലും ഒന്ന് മയങ്ങിപ്പോൾ. ഓ, അതൊന്നും അല്ലടാ, നീ കാര്യം പറ. ഞാൻ വിളിച്ചത് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ നേരത്തെ വരണം. ട്രാഫിക്കിൽ പെട്ട് വൈകാതെ നിൽക്കണ്ടെന്ന് വിളിച്ച് പ്രധാന കാര്യം. പിന്നെ വിളിച്ച പ്രധാന കാര്യം പുതിയത് വല്ലുന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് കൊണ്ടുവരണം. അതിപ്പോൾ തന്നെ എടുത്തു വെച്ചോ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. പുതിയതൊന്നുമില്ല, ഉള്ളതൊക്കെ നീ കണ്ടത് തന്നെ. പിന്നെ എന്ത് പറയുന്നു നിൻ്റെ അമ്മ? ഞങ്ങൾ നടന്നത് വല്ല ബുദ്ധിമുട്ടായോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നിങ്ങൾ വന്നതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് നീ അതിനുവേണ്ടി അമ്പലത്തിൽ പോയതെല്ലാം അമ്മയ്ക്ക് വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്കാ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കിടക്കോ? അതേടാ, നിങ്ങൾ പോയ പിന്നെ അമ്മ നിൻ്റെ നല്ല സ്വഭാവവും ഗുണഗണങ്ങളൊക്കെ പറഞ്ഞ് എന്നെ നല്ലപോലെ ഉപദേശിച്ചു. ആഹാ, അത്രേ ഉള്ളൂ? എന്നിട്ട് ഉപദേശമെല്ലാം സ്വീകരിച്ച് നന്നാവാൻ തീരുമാനിച്ചു മോൻ? അമ്മയുടെ ഉപദേശമെല്ലാം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളാരാ മുതലൊന്ന് നമുക്കറിയത്തില്ലേ, നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇത് തന്നെ പറ്റിയ അവസരത്ത് മനസ്സിലാക്കിയ റോഷൻ മനപ്പുറം ഹലോ ഹലോ ഒന്ന് കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ഇതിൻ്റെ അവിടുത്തെ റേഞ്ചിൻ്റെ തകരാറ്. ഇല്ലടാ, നീ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാമല്ലോ. എനിക്കൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നില്ലടാ. എങ്കിൽ നമുക്ക് നാളെ ക്ലാസ്സിൽ വെച്ച് കാണാം. എനിക്ക് ഉറക്കം വരുന്നു. ഇത് കിടക്കാൻ പോവാം. ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റിന് ശേഷം റോഷൻ ശരത്തിൻ്റെ വീട്ടിലെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചു. ഈ സമയം ശരത്ത് അവൻ്റെ മുറിയിലിരുന്ന് വീഡിയോ കണ്ടുകൊണ്ട് അവൻ്റെ അതൊക്കെ ഇങ്ങനെ ആക്കുമായിരുന്നു. താഴെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് അത് അച്ഛൻ്റെ സ്ഥിരം വിളിയാണ്. അമ്മ അറ്റൻഡ് ചെയ്തുകൊള്ളുന്ന ധാരണയിൽ മുറി തന്നെ ഇരുന്ന് അടുക്കളയിൽ ജോലിയെല്ലാം തീർന്ന് അടുക്കള അടച്ചിരുന്ന ഐശ്വര്യ ഫോണെടുത്തു. അപ്പോൾ ഫോൺ ആരായിരുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഏട്ടനാണെന്ന് കരുതി ഐശ്വര്യ ഫോണെടുത്തു. ഹലോ ഏട്ടാ, ഇന്ന് കൃത്യസമയത്ത് തന്നെയാണല്ലോ വിളിച്ചേ. ഹലോ ഐശ്വര്യ ചേച്ചി, ഇത് ഞാനാ റോഷൻ. ഓ, മോനായിരുന്നോ? ഞാൻ ശരത്തിൻ്റെ അച്ഛനാണെന്ന് കരുതി പറഞ്ഞതാ, സോറി. അതിനെന്തിനാ ഐശ്വര്യ ചേച്ചി എന്നോട് സോറി പറയുന്നത്? ഞാൻ ശരത്തും വളരെ അടുത്ത കൂട്ടാം. യാതൊരു ഡിസ്റ്റൻസും ഇല്ലാത്ത കൂട്ടുകാർ. അങ്ങനെയുള്ള എന്നോട് ഇത്ര ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഐശ്വര്യ ചേച്ചി. ഐശ്വര്യ ചിരിച്ചുകൊണ്ട് എന്നാ സോറി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. റോഷൻ എന്താ ഈ നേരത്ത്? ശരത്ത് കിടന്ന് ഉറങ്ങിയെന്ന് അറിയില്ല. ഞാൻ വിളിക്കാം. കിട്ടിയ ഈ ഫ്ലോ കളയാതെ ഇതിലൂടെ ഐശ്വര്യയുടെ നമ്പർ അവളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടി റോഷൻ സംസാരത്തിൻ്റെ ആ ഫ്ലോ മുറിയാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഐശ്വര്യയോട് കുറച്ച് അടുക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചു എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ സംസാരം തുടർന്നു. വേണ്ട, ഐശ്വര്യ ചേച്ചി കിടന്നെങ്കിൽ ഇനി വിളിക്കേണ്ട. ഞാൻ നാളെ അവനെ സ്കൂളിൽ വെച്ച് കണ്ടോളാം. ഞങ്ങൾ വന്നത് ഐശ്വര്യ ചേച്ചിക്ക് ശരിക്കും ബുദ്ധിമുട്ടായി അല്ലേ? വീട്ടിൽ വിരുന്നുകാർ വരുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണോ? മറിച്ച് സന്തോഷമല്ലേ ഉണ്ടാവുക. ഇന്നിവിടെ വന്നിട്ട് റോഷൻ അങ്ങനെയാണോ തോന്നിയേ? അതല്ല, ഇന്ന് അടുക്കള ജോലി കൂടിയത് കൊണ്ട് ശരത്ത് കിടന്നിട്ട് ഐശ്വര്യ ചേച്ചിക്ക് സമയത്തിന് കിടക്കാൻ പറ്റാതെ വന്നില്ലേ? ആഹാ, ശരത്ത് ചില ദിവസങ്ങളിൽ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് നേരത്തെ എത്താനും വെച്ച് മുറി കയറി വാതിലടക്കി. എനിക്ക് കിച്ചണിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് വൈകും. ഐശ്വര്യയെ ഒറ്റയ്ക്ക് ലഭിക്കാൻ ശരത്തിനൊരു പെൻ ഡ്രൈവ് നൽകിയാൽ മതി. നേരത്തെ മുറി കയറിക്കോളും. പിന്നെ അവൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല, റോഷൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഐശ്വര്യ ചേച്ചിയുടെ ബെഡ് ടൈം എപ്പോഴാണ്? അങ്ങനെ കൃത്യസമയമൊന്നുമില്ല, എങ്കിലും 10-11 മണിക്കുള്ളിൽ കിടക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? രാവിലെ എഴുന്നേൽക്കാൻ കൃത്യസമയം വല്ലതും ഉണ്ടോ? അതുണ്ട്, 5:30 മണിക്ക്. എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്?
കുട്ടിക്കാലത്തെ അമ്മ പഠിപ്പിച്ച ശീല. എന്നാലല്ലേ അമ്പലത്തിലൊക്കെ പോകാനും ശരത്ത് പോകുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കാനും അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾക്ക് സമയം കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കുട്ടികൾ എഴുന്നേൽക്കും പോലെ തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുമോ? ഞാൻ തോന്നുന്ന സമയത്തൊന്നുമല്ല, എനിക്കുണ്ട് കൃത്യസമയം. ഓ ആണോ? എത്ര മണിക്ക് എഴുന്നേൽക്കും? ശരത്തിനെ പോലെ 8:30 മണിയായിരിക്കും. അല്ല, ഞാൻ രാവിലെ 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കും. നിങ്ങൾ കുട്ടികളെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? കുറച്ചുകൂടി സമയം ഉറങ്ങാമല്ലോ. അങ്ങനെ ഉറങ്ങിയ രാവിലത്തെ പഠിത്തവും ജോഗിങ്ങും അമ്പലത്തിൽ പോക്കൊക്കെ മുടങ്ങും. മെടുക്കൻ. കുട്ടികളെ ഇങ്ങനെ വേണം. എന്ന് രാവിലത്തെ അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ്. ശരത്തൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, നീ എന്നും അമ്പലത്തിൽ പോകാറുള്ളത്. ഒരു പ്ലസ് പോയിന്റ് ശരത്ത് തന്നെ ഐശ്വര്യയുടെ മനസ്സിലിട്ട് തന്നിട്ടുണ്ടല്ലോ, റോഷൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട്. ഐശ്വര്യ ചേച്ചിയും എന്നും രാവിലത്തെ അമ്പലത്തിൽ പോകാറില്ലേ? നാട്ടിലാകുമ്പോൾ എന്നും പോകുമായിരുന്നു. ഇവിടെ അമ്പലം കുറച്ച് ഉള്ളിലായതുകൊണ്ടും ശരത്തിന് പോകാനാകുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കേണ്ടത് കൊണ്ടും എന്നും പോകാൻ പറ്റാറില്ല. എന്നും അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഐശ്വര്യ ചേച്ചിക്ക് ഉണ്ടല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഐശ്വര്യ ചേച്ചിക്ക് ശരത്തിൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ട് വന്നുകൂടെ? നിൻ്റെ കൂട്ടുകാരൻ എഴുന്നേൽക്കുന്ന സമയം ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇനി ഞാൻ പോയി വിളിക്കാമെന്ന് വെച്ചാൽ അവനെ വിളിച്ചിട്ട് ബെഡിലിരുത്തി ഞാൻ മുറിയുടെ പുറത്തിറങ്ങുമ്പോഴേക്കും അവൻ വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയുള്ള അവനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? ശരത് അത്ര വലിയ കുഴിമണിയൊന്നുമല്ല, പറഞ്ഞാൽ അവന് മനസ്സിലാകും. ഐശ്വര്യ ചേച്ചിയുടെ കൂടെ ഇന്നും അവൻ അമ്പലത്തിൽ വരികയും ചെയ്യും. അയ്യോ, കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇഷ്ടമായില്ലല്ലേ? മതി ശരത്തിൻ്റെ പിന്താങ്ങിയത്. ഐശ്വര്യ ചെറിയൊരു പ്ലസ് അത് മൂഡിലായിട്ടുണ്ട്. ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയ റോഷൻ. എങ്കിൽ ഐശ്വര്യ ചേച്ചി എന്നോടൊപ്പം അമ്പലത്തിൽ വരണോ? ഞാൻ ഐശ്വര്യ ചേച്ചിയെ കൊണ്ടുപോകാം. തിരികെ വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം, എൻ്റെ ബൈക്കിൽ തന്നെ. വേണ്ട റോഷൻ, നീ കുറച്ച് ദൂരെയല്ലേ. അമ്പലത്തിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ ഞാൻ പൂജാമുറി കയറി പ്രാർത്ഥിച്ചിട്ടാണ് ദിവസം തുടങ്ങാറ്. വിശേഷ ദിവസങ്ങളിലോ ഒഴിവാക്കാൻ പറ്റാത്ത ദിവസങ്ങളിലോ മാത്രമാണ് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാറ്. അത് ഞാൻ ഓട്ടോ പിടിച്ചു പോകും. ഐശ്വര്യ ചേച്ചിയുടെ മൊബൈൽ നമ്പർ എനിക്കൊന്ന് തരുമോ? എങ്കിൽ ഇവിടുത്തെ അമ്പലത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ പൂജകളൊക്കെ ഞാൻ ഐശ്വര്യ ചേച്ചിക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഞാനീ നേരത്തെ വിളിച്ചത് ശരത്തിനോട് നാളെ ഇവിടുത്തെ അമ്പലത്തിൽ എൻ്റെ കൂടി വരുന്നുണ്ടോ എന്ന് ചോദിക്കാറാണ്. ഞാൻ അവനെ വിളിച്ചിരുന്നു, പക്ഷേ അമ്പലത്തിലെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് റേഞ്ച് തകരാറ് മൂലം കോള് കട്ടായി. അതാ ലാൻഡ് ലൈനിൽ വിളിച്ച്. ഓ അതിനെന്താ, തരാമല്ലോ. അങ്ങനെ മൊബൈൽ നമ്പർ ഐശ്വര്യ റോഷന് പറഞ്ഞു കൊടുത്തു. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം സാധിച്ചതിൻ്റെ നിറഞ്ഞു തുള്ളിച്ചടത്തോടു കൂടി റോഷൻ നമ്പർ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് റോഷൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഐശ്വര്യ ചേച്ചിയുടെ അവിടെ റേഞ്ച് തകരാറ് പരിഹരിക്കാൻ പുതിയൊരു ടവർ ഓൺ ചെയ്യുന്നുണ്ട്. പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കേണ്ടി വരില്ല. ഞാനും കേട്ടിരുന്നു. ഒന്നല്ല നന്നായിരുന്നു. ഈ ലാൻഡ് ഫോണും പിടിച്ച് നിന്ന് സംസാരിക്കുന്നതിൽ നിന്നങ്ങ് മാറാമല്ലോ. ഐശ്വര്യ ചേച്ചി ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ടോ? ഒരു തവണ മാത്രം, അതും ശരത്തിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. ഞാൻ അതിന് ശേഷം സ്കൂളിൽ ചേർന്നത്. അതാ ഞാൻ ഐശ്വര്യ ചേച്ചി ഒന്ന് കാണാതിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അന്നേ പരിചയപ്പെട്ടേനെ. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഒരുപാട് പരിചയമല്ലേ. ഞാനും തന്നെ നിന്നോട് സംസാരിച്ചിരുന്നു. ഒരുപാട് നേരം പോയത് അറിഞ്ഞില്ല. ഏട്ടൻ്റെ കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പിറന്നാളായിട്ട് രാവിലെ വിളിച്ചത് പോലുമില്ല. ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ട്. ഏട്ടൻ തന്നെ ആയിരിക്കും. എങ്കിൽ ഞാൻ വെക്കുക. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഇതും പറഞ്ഞ് റോഷൻ ഫോൺ വെച്ച ശേഷം ശരത്തിൻ്റെ അച്ഛൻ വിളിക്കുകയും ഐശ്വര്യ ഭർത്താവുമായിട്ടുള്ള കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഹലോ ഏട്ടാ, ഞാൻ കുറേ ഇതിൽ വിളിക്കുന്നു. ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അതേട്ടാ, ശരത്തിൻ്റെ കൂട്ടുകാരൻ വിളിച്ചതായിരുന്നു. അവനോട് സംസാരിക്കുകയായിരുന്നു. ആരണോ? അല്ല, ഇത് പുതിയൊരു കൂട്ടുകാരനാണ് റോഷൻ. അതാരാ? അത് ശരത്തിൻ്റെ കൂടെ ഈ കോളേജിൽ ചേർന്നപ്പോൾ പുതുതായിട്ട് ചേർന്നൊരു പയ്യനാണ്. ശരത്തിന് നല്ല കൂട്ടാണോ? അവനോട് പറയണം നല്ലതായിട്ട് കൂട്ടുകൂടിയാൽ മതിയെന്ന്. രാജേട്ടാ, അവൻ നല്ല പയ്യനാ. ഇന്ന് ചേട്ടൻ്റെ പേരിൽ അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിപ്പിച്ച് പ്രസാദമായിട്ടാണ് വന്നത്. അതെയോ? അതേട്ടാ, ഞാൻ പോലും അമ്പരന്ന് പോയി. സ്വന്തം മകൻ ചെയ്യേണ്ട കാര്യമാണ് മറ്റൊരു പയ്യൻ ചെയ്തത് കണ്ടത്. നല്ലവനാണെന്ന് തോന്നുന്നു. കൊള്ളാലോ. ആദ്യമായിട്ടാ നീ ഒരാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത്. നാട്ടിൽ വന്നിട്ട് എനിക്കാണെന്ന് പരിചയപ്പെടണം. ഏട്ടൻ അടുത്ത് വരുന്നുണ്ടോ? 2 വർഷത്തിനപ്പുറം നോക്കിയാൽ മതി വരുന്ന കാര്യം. അത് കളാ. ഇന്നത്തെ ദിവസമെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിരുന്നു. ഏട്ടനില്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എനിക്കാണെങ്കിൽ ഇന്ന് ഹെവി ലോഡ് വർക്കായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ, നാളെ വിളിക്കാം. ശരി ഏട്ടാ.
ഇതും പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ഫ്രഷായി ഐശ്വര്യ ഉറങ്ങാൻ കിടന്നു. ഇതേ സമയം റോഷൻ ഐശ്വര്യയുടെ നമ്പർ സേവ് ചെയ്ത് വാട്സപ്പിൽ ഐശ്വര്യയുടെ DP പിക്ചർ നോക്കിക്കൊണ്ട് ഇനിയാണ് എൻ്റെ പ്ലാൻ വർക്കൗട്ടാക്കാൻ പോകുന്നത് ഇതും പറഞ്ഞ് ഐശ്വര്യയുടെ ഫോട്ടോയും നോക്കി ഒരു പരിപാടിയും കഴിഞ്ഞ ശേഷം ആളങ്ങനെ ഉറങ്ങാൻ കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ റോഷൻ ജോലിക്കാരനെയാണ് കാണുന്നത്. ജോലിക്കാരൻ, ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ വന്ന് നോക്കിയതാണ്. റോഷൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ക്ഷീണവും കൈയും കാലിനും എല്ലാം ചെറിയ വേദനയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ജോലിക്കാരൻ ചോദിച്ചു, എഴുന്നേക്കണ്ട, ശരീരത്തിൽ നല്ല ചൂടുണ്ട്, പനിയുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് ചിറ്റപ്പനെ വിളിച്ചിട്ട് വരാം. ഇതും പറഞ്ഞ് ജോലിക്കാരൻ ചിറ്റപ്പനെയും വിളിച്ചുകൊണ്ട് വന്നു. ചിറ്റപ്പൻ വന്ന് നോക്കിയിട്ട്, എന്ത് പറ്റിയിടാ, പൊള്ളുന്ന ചൂടുണ്ടല്ലോ നിനക്ക്? സാരമില്ല ചിറ്റപ്പ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പോയി നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കിലെ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. വേണ്ട ചിറ്റപ്പ, വേണം. ഇതും പറഞ്ഞ് ചിറ്റപ്പൻ ക്ലിനിക്കിലെ ഡോക്ടറെയും ഒരു 30 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ നേഴ്സിനെയും കൂട്ടിയിട്ട് വന്നു. ഡോക്ടർ ശരിക്കും റോഷനെ പരിശോധിച്ചു. എന്നിട്ട് സിസ്റ്ററോട് ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളൊക്കെ ക്ലിനിക്കിലെ ഫാർമസിയിൽ പോയി എടുത്തുകൊണ്ടുവരാൻ വേണ്ടി സിസ്റ്ററെ പറഞ്ഞയച്ചു. സിസ്റ്റർ പോയ ശേഷം ഡോക്ടർ, പേടിക്കാനുള്ള, ഇത് സാധാരണ കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന പനിയാണ്. ഇന്നലെ മഴ കൊണ്ടിരുന്നോ? വരുന്ന വഴിക്ക് ചെറുതായിട്ട്. തല നല്ലവണ്ണം തോർത്തിട്ടുണ്ടാവില്ല അല്ലേ? പനിയുടെ ചൂട് കൂടുതലാണ്, അതായി ശരീരത്തെ വേദനയും ക്ഷീണവും ഒക്കെ. പനി മാറുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോഴേക്കും സിസ്റ്റർ മരുന്നുമായി എത്തിയിരുന്നു. ഡോക്ടർ ഇഞ്ചക്ഷൻ റോഷൻ നൽകി. അപ്പോഴേക്കും സിസ്റ്റർ ഗ്ലൂക്കോസ് ബോട്ടിൽ ജനറൽ കമ്മിൽ കെട്ടിവെച്ച് അതിൻ്റെ ട്യൂബ് റോഷൻ്റെ കയ്യിൽ കണക്ട് ചെയ്തു. അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം, ചിറ്റപ്പൻ, ഇവന് ക്ലാസ് ഉള്ളതാണ്. ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന ആൾ എങ്ങനെ ക്ലാസ്സിന് പോകാനാ? ക്ലാസ്സിലല്ല, 2 ദിവസം റെസ്റ്റ് എടുത്ത് പനി മാറിയ ശേഷം പോകാൻ പറ്റും. അതുവരെ നല്ല റെസ്റ്റാണ് ആവശ്യം. ഡോക്ടർ സിസ്റ്ററിനോട്, ഗ്ലൂക്കോസ് തീരാൻ സമയമെടുക്കും, സിസ്റ്റർ അതുവരെ ഇവിടെ നിൽക്കൂ, ഗ്ലൂക്കോസ് തീർന്ന ശേഷം ക്ലിനിക്കിലോട്ട് വന്നാൽ മതി. ഇതും പറഞ്ഞ് ഡോക്ടർ പോയ ശേഷം ചിറ്റപ്പൻ റോഷനോട്, എന്നാൽ നീ റെസ്റ്റ് എടുക്കുന്ന, വീട്ടിൽ പോയിട്ട് വരാം, വരുമ്പോൾ ഭക്ഷണം അവിടെ നിന്ന് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കേണ്ട. ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും എല്ലാ ശരീരത്തിൽ ചെറുതായി പിടിച്ചു തുടങ്ങിയതോടെ റോഷന് ചെറിയൊരു ആശ്വാസം തോന്നി തുടങ്ങി. അപ്പോഴായിരുന്നു ടേബിളിലിരിക്കുന്നവൻ്റെ ഫോൺ ബെല്ലിരിക്കുന്നത്. ചിറ്റപ്പൻ ഫോണെടുത്ത് നോക്കി, അരുണാണ്. ചിറ്റപ്പൻ ഫോണെടുത്ത് ലൗഡ് സ്പീക്കർ ഇട്ടു. എടാ കോപ്പെ, നീ ഇതെവിടെയാ? ഇന്ന് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണോ? അതെ, ശ്രീലക്ഷ്മി ടീച്ചർക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാകും. ഇത് കേട്ടതും സിസ്റ്റർ ചിരിയടക്കി പിടിച്ച് റോഷനെ നോക്കി. റോഷൻ കണ്ണടച്ച് ഇടത്തോട്ട് നോക്കി കിടന്നു. ഞാൻ റോഷൻ്റെ ചിറ്റപ്പനാണ്. അയ്യോ സോറി ചിറ്റപ്പ, ഞാൻ റോഷനാണെന്ന് കരുതി പറഞ്ഞതാ. അവനെന്ത് പറ്റി? അവന് പനിയാണ്, ഇവിടെ വീട്ടിൽ ചികിത്സയിലാണ്. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്ത് പനി മാറിയ ശേഷം ആൾ ക്ലാസ്സിൽ വരും. എന്നാൽ ശരി, ഞാൻ അവനെ സ്കൂളിൽ വരുമ്പോൾ കണ്ടോളാം. ഫോൺ വെച്ച ശേഷം ചിറ്റപ്പൻ റോഷനോട്, നീ എന്താ പഠിക്കാൻ മോശാ? ടീച്ചർ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ചിറ്റപ്പ, അത് അവരെന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ, അല്ലാതൊന്നുമില്ല. ചിറ്റപ്പൻ സിസ്റ്ററിനോട്, സിസ്റ്റർ ഒന്ന് നോക്കിക്കോണേ, ഇവനൊരു വളഞ്ഞ വിത്താ. ചേട്ടൻ പോയിട്ട് വന്നോളൂ, ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ ഇങ്ങനത്തെ എത്ര പേഷ്യൻസിനെ ഡെയിലി കൈകാര്യം ചെയ്യുന്നത്. ചിറ്റപ്പൻ പോയ ശേഷം സിസ്റ്റർ ഒരു കസാര എടുത്ത് റോഷൻ്റെ അടുത്ത് വന്നിരുന്നു. മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ റോഷൻ സിസ്റ്റർ ശ്രദ്ധിക്കാതെ തന്നെ സിസ്റ്ററിൻ്റെ കൺമഷി ചെയ്ത കണ്ണുകളും അതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് റോഷൻ ചോദിച്ചു, എന്താ പേര്? ക്ലാറ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഞങ്ങളുടെ ക്ലിനിക്കിനടുത്തല്ലേ വീട്, ബൈക്കിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഓഹോ, എൻ്റെ തലയൊന്ന് നേരെയാക്കി താഴ്ത്തി വെച്ചിരാവോ? അതിനെന്താ? ഇതും പറഞ്ഞ് ക്ലാര സിസ്റ്റർ മൊബൈൽ ടേബിളിൽ തിരികെ വെച്ച് റോഷൻ്റെ തലയുടെ ഭാഗത്ത് ചെന്ന് കുഴിഞ്ഞതും അതിങ്ങനെ റോഷൻ്റെ മുഖത്ത് തൊട്ടില്ല എന്ന അകലത്തിലെത്തി. സിസ്റ്റർ വലത് കൈ റോഷൻ്റെ തലയ്ക്ക് പിന്നിലൂടെ കൊണ്ടുപോയി ആ തല ഉയർത്തിയതും അതിങ്ങനെ മുന്നോട്ട് ഇതാക്കി നിൽക്കുന്നതും മനസ്സിലായില്ലേ? അത് തന്നെ. എന്നിട്ട് റോഷൻ താങ്ക് യു പറഞ്ഞു. ക്ലാര സിസ്റ്റർ റോഷനെ നെറ്റിൽ കൈവച്ചുകൊണ്ട് നീട്ടി വളർത്തിയ നീലക്കളർ നെയിൽ പോളിഷ് ഇട്ട നഖങ്ങളുള്ള ആ വെളുത്ത കൈവിരലുകൾ തലമുടിക്കുള്ളിൽ കടത്തി തലമുടിക്കൊണ്ട്, വെള്ളച്ചിലെടുക്കരുത്, വയ്യാണ്ട് കിടക്കുക, അത് ഓർമ്മ വേണം. ഞാനൊരു നേഴ്സാണ്, ഞാൻ
ഞാൻ വിചാരിച്ചു നിന്നെ ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത വിധം കിടത്താൻ പറ്റും. ഇതും പറഞ്ഞ് ക്ലാര സിസ്റ്റർ റോഷൻ്റെ അവിടേക്കൊന്ന് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് ജീവൻ വെച്ച് തന്നപ്പോഴേക്കും അവൻ നിൻ്റെ ചിറ്റപ്പനൊന്നും ഇങ്ങോട്ട് വരട്ടെ, സോറി ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയതാ. ക്ലാര സിസ്റ്റർ റോഷൻ്റെ വാക്കുകൾ മൈൻഡ് ചെയ്യാതെ നേരെ ഗ്ലൂക്കോസിൻ്റെ സ്പീഡ് ലേശം കൂട്ടി വെച്ചു. അങ്ങനെ സമയം 11:30 ആയപ്പോഴേക്കും ഗ്ലൂക്കോസ് കഴിഞ്ഞു. സിസ്റ്റർ അവന് കഴിക്കാനുള്ള മരുന്നെടുത്ത് കൊടുത്തു. അപ്പോഴേക്കും ചിറ്റപ്പൻ ഭക്ഷണമായിട്ട് വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് സിസ്റ്റർ? പനി ഇപ്പം കുറവുണ്ട്, ബാക്കിയെല്ലാം ഡോക്ടർ പറയും. എന്നാൽ ഈ ഭക്ഷണം എടുത്ത് കഴിക്കടാ, ഞാൻ സിസ്റ്ററെ കൊണ്ടാക്കി ഡോക്ടറെ കണ്ടിട്ട് വരാം. ആ എങ്കിൽ സിസ്റ്റർ വരൂ, ഞാൻ ക്ലിനിക്കിലാക്കി തരാം. ക്ലാര ടേക്ക് റെസ്റ്റ് എന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ റോഷൻ ചെറുതായിട്ട് മുഖത്ത് നോക്കിയിട്ട് ചിറ്റപ്പനോടൊന്നും പറയരുതേന്ന് പറഞ്ഞു. ക്ലാര സിസ്റ്റർ ചിരിച്ചുകൊണ്ട് ചിറ്റപ്പൻ്റെ കൂടെ പോയ ശേഷം റോഷൻ എഴുതിട്ട് ബ്രഷൊക്കെ ചെയ്ത് ചിറ്റപ്പൻ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. ബോറടി മാറ്റാൻ വേണ്ടി ടേബിളിൽ നിന്ന് ഫോണൊക്കെ എടുത്ത് നെറ്റ് ഓൺ ചെയ്ത് ബെഡിൽ ചാരിയിരുന്ന് കൊണ്ട് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഐശ്വര്യ ഓൺലൈനുള്ളത് കണ്ടത്. 1 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം റോഷൻ ആദ്യം മെസ്സേജ് അയച്ചു. ഹലോ ഐശ്വര്യ ചേച്ചി, ഇത് ഞാനാ റോഷൻ. മെസ്സേജ് കണ്ടതും ഐശ്വര്യ ഇത് റോഷനാണെന്ന് ഉറപ്പിക്കാൻ റോഷൻ്റെ DP പിക്ചർ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതാണോ റോഷൻ്റെ നമ്പർ? അതേ ചേച്ചി. റോഷൻ എങ്ങനെയാ ഈ സമയത്ത് ഓൺലൈനിൽ? റോഷൻ ഇത് എവിടെയാ, ക്ലാസ്സിലല്ലേ? നിന്നോടൊപ്പം ശരത്തുണ്ടോ? ഐശ്വര്യ ചേച്ചി ഓരോന്നായി നിർത്തി ചോദിക്കും. എല്ലാം കൂടി ഒന്നിച്ച് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. ഞാൻ റോഷനെ തികച്ച അപ്രതീക്ഷിതമായി ക്ലാസ് ടൈമിൽ ഓൺലൈനിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയത്തിൻ്റെ പുറത്ത് എല്ലാം കൂടി അങ്ങ് ചോദിച്ചതാ. ഐശ്വര്യ ചേച്ചി, ഞാൻ ക്ലാസ്സിലല്ല, എൻ്റെ കൂടെ ശരത്തുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ റെസ്റ്റിലാണ്. റെസ്റ്റിലോ? ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പനിയായിരുന്നു. അയ്യോ പനിയോ? എന്നിട്ട് ചിറ്റപ്പൻ പോയി ക്ലിനിക്കിൽ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടറെ പരിശോധിച്ച് മരുന്നും ഗ്ലൂക്കോസും എല്ലാം തന്നതിന് ശേഷം ഇപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. 2 ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. ആണോ? എങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ നല്ലോണം റെസ്റ്റ് എടുക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യം, അപ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വല്ലാതെ ബോറടിയാണ്. ശരത്തും അരുണും ഒന്നുമില്ല കൂടെ. അവരെല്ലാം എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിക്കാം. ഇവിടെ ഇരുന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ഐശ്വര്യ ചേച്ചി ഓൺലൈനിൽ കണ്ടതും എനിക്ക് വളരെ സന്തോഷം തോന്നി. അതാ ഞാൻ ഐശ്വര്യ ചേച്ചിക്ക് മെസ്സേജ് അയച്ചത്. ചേച്ചി എന്നും ഈ സമയത്ത് ഓൺലൈനിൽ വരാറുണ്ടോ? മിക്കവാറും ദിവസങ്ങളിൽ. അതെന്താ ഈ സമയത്തിനൊരു പ്രത്യേകതയൊന്നുമില്ല. ഈ സമയത്താണ് കിച്ചണിലെ ജോലിയും രാവിലത്തെ മറ്റു തിരക്കുകളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവുന്നത്. അപ്പോഴാണ് ഫോൺ നോക്കാൻ നേരം കിട്ടുക. അപ്പോൾ ഐശ്വര്യ ചേച്ചി ഇപ്പോൾ ഫ്രീ ആണല്ലേ? അതെ. എങ്കിൽ ഐശ്വര്യ ചേച്ചിയോട് സംസാരിച്ചിരിക്കാം. ഈ ബോറടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. കൊള്ളാം. എന്നോട് സംസാരിച്ചിരുന്നാൽ റോഷൻ്റെ ബോറടി കൂടിയുള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. ഞാൻ വെറുതെ പറഞ്ഞല്ല. അത് ഐശ്വര്യ ചേച്ചീനെ ഒഴിവാക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞായിരിക്കും. എനിക്ക് ഐശ്വര്യ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ബോറടിക്കുന്നൊന്നുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. നമുക്കിടയിൽ സംസാരിക്കുമ്പോൾ വിഷയങ്ങളോ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അധികം പരിചയമില്ലാത്ത 2 വ്യക്തികൾ ഇടയിൽ സംസാരിക്കാനാണോ വിഷയങ്ങൾക്ക് കുറക്ക്? ആഹാ, റോഷനാൾ കൊള്ളാമല്ലോ. ഇന്നലത്തെ പോലെ നല്ലൊരു മൂഡിൽ ഐശ്വര്യം മാറ്റി വരുന്നത് കണ്ട് ഇത് കളയാതെ തന്നെ ഇത് പിടിച്ചു കയറി മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ ഐശ്വര്യയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒപ്പം അടുക്കാനും കഴിയുകയുള്ളൂ എന്ന് റോഷൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് റോഷൻ തുടർന്നു. ഐശ്വര്യ ചേച്ചി ഈ നാട്ടിൽ വന്നിട്ട് എത്ര കൊല്ലമായി? 15 വർഷങ്ങൾക്ക് മേലായി. ശരത്തിൻ്റെ അച്ഛൻ ഇനി എന്നാ വരിക? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഏട്ടൻ ഇനി 2 വർഷം കഴിയും നാട്ടിൽ വരാം. പക്ഷേ റോഷനെ അറിയാം ഏട്ടന്. അതെങ്ങനെ? ഞാനിതുവരെ കാണാത്ത ഒരാൾക്ക് എന്നെക്കുറിച്ച് എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി നിന്നോട് ഫോണിൽ സംസാരിച്ച് തന്നപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് കിട്ടിയില്ല, എൻഗേജ്ഡ് ആയിരുന്നല്ലോ. പിന്നീട് ഏട്ടൻ വിളിച്ചപ്പോൾ തിരക്കിയിരുന്നു ആരായിരുന്നു ഫോണിലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു നിന്നെക്കുറിച്ച്. അങ്ങനെ ഏട്ടന് നിന്നെക്കുറിച്ച് അറിയാം. ഓഹോ, ഞാനറിയാതെ എന്നെ ഐശ്വര്യ ചേച്ചി മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ? മറ്റുള്ളവരൊന്നുമില്ലല്ലോ, എൻ്റെ ഏട്ടനല്ലേ. ഏട്ടനോട് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അതാ ചോദിച്ചപ്പോൾ തെറ്റെക്കുറിച്ചൊക്കെ പറഞ്ഞ്. ഐശ്വര്യ ചേച്ചി അപ്പോൾ ഏട്ടനോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് കള്ളം പറയുന്നവരെ ഇഷ്ടവും അല്ല. എന്താ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തേ? ശരത്തിൻ്റെ കൂട്ടുകാരനാ. ചേട്ടന് വേണ്ടി അമ്പലത്തിൽ പോയതൊക്കെ പറഞ്ഞു.
ശരത്തിൻ്റെ അച്ഛന് ഇഷ്ടമായിട്ടുണ്ടാവില്ലല്ലേ ഞാൻ അമ്പലത്തിൽ പോയതും വഴിപാട് കഴിപ്പിച്ചതൊക്കെ? ഇല്ലില്ല, ഏട്ടന് സന്തോഷമായിട്ടുള്ളൂ റോഷൻ ചെയ്തതിൽ. ഐശ്വര്യ ചേച്ചിക്ക് ശരത്തിൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ, എൻ്റെ ഹസ്സല്ലേ. ഇനി വേറെ ആരുടെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഇല്ലേ, ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി എല്ലാവരോടും പറഞ്ഞെടുക്കാൻ മാത്രം എന്തല്ലേ. പക്ഷേ ഒരാൾ ചോദിച്ചിരുന്നു നിന്നെക്കുറിച്ച്. അതാരാ? റോഷ, അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. ഈ നാട്ടിലുള്ള ഒരുത്തനാ, വിനോദ് എന്നാ പേര്. നിങ്ങൾ പോയ ശേഷം അവൻ വന്നിരുന്നു. ഇവിടുത്തെ തേങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രാഘവേട്ടൻ്റെ മകനാ. ഇതുവരെ ഇവിടെ കാണാത്ത ഒരാളല്ലേ റോഷൻ? അങ്ങനത്തെ ഒരാളെ കാണുമ്പോൾ ആരായാലും ഒന്നും തിരക്കില്ലേ? ആ, നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണോ? കാലിലത്തെ കാര്യങ്ങളൊക്കെ തിരക്കി നടന്നുകൊണ്ട് ആര് വന്നാലും അവർക്കെന്താ? ഓ, ഇവനെ പോലുള്ള ചിലരൊക്കെ ഇങ്ങനെയാണ് ഈ നാട്ടിൽ. ഇത്തരക്കാർക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അവരുടെ മനസ്സെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഉറപ്പാണ്. എനിക്കറിയാവുന്ന കാര്യമാണ് റോഷൻ പറഞ്ഞത്. ചേച്ചി ഊണ് കഴിച്ചോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടി കഴിയണം. റോഷനോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചഭക്ഷണം ചിറ്റപ്പം കൊണ്ടുവന്നിട്ട് വേണം. അയ്യോ, അപ്പോൾ നേരം വൈകിയില്ലേ? വയ്യാണ്ടിരിക്കുമ്പോൾ നേരത്തിന് ആഹാരവും മരുന്നൊക്കെ കഴിക്കണ്ടേ? അതല്ല, നേരത്തിന് തന്നെ ചിറ്റപ്പന് ഇവിടെ കൊണ്ടുവന്ന് തരും. ഇപ്പോൾ ക്ലിനിക്കിൽ പോയിരിക്കുക. ഇപ്പോൾ റോഷൻ്റെ അമ്മ അടുത്തുണ്ടാവേണ്ട സമയമാണ്. ഉണ്ടായിരുന്നേ ഇപ്പോൾ എങ്ങനെ ആയിരിക്കും റോഷനെ കെയർ ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാ, എന്താ ചിരിക്കുന്നേ? എൻ്റെ ഐശ്വര്യ ചേച്ചിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അറിയാനിട്ടാണ്. എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റും എല്ലാ കാര്യങ്ങളും ടൈം സെറ്റ് ചെയ്ത് അച്ഛനും ബിസിനസ്സിൽ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നിസ്സാര സംഭവം ശ്രദ്ധിക്കാൻ എവിടെ സമയം കിട്ടുക? അപ്പോൾ റോഷൻ അമ്മയും അച്ഛനെയും മിസ് ചെയ്യുന്നില്ലേ ഇത്ര സന്ദർഭങ്ങളിലൊക്കെ? തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ തിരക്കും ബുദ്ധിമുട്ടും ഞാനും കൂടി മനസ്സിലാക്കേണ്ടേ? ഇന്നുണ്ടായ പനിയെല്ലാം വെറും നിസ്സാരമല്ലേ? അതിന് എനിക്ക് തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം തിരിച്ചു പിടിച്ച് കിടക്കുന്ന അവരെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടതുണ്ടോ? അതവരെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ലേ ഉള്ളൂ. അതെനിക്കിഷ്ടമല്ല. റോഷൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ അരണ്യ ശരത്തിനെ പോലെയല്ല, നല്ല പക്വതയോടെ ചിന്തിച്ച് പെരുമാറുന്ന ഒരുത്തനാണെന്ന് ഐശ്വര്യക്കുള്ളിൽ തോന്നി. പിണിക്കൻ കുട്ടികളായാൽ ഇങ്ങനെ വേണം. അച്ഛനമ്മമാരുടെ തിരക്കും ബുദ്ധിമുട്ടും എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം. പനി കാരണം അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, അതാ ഏറെ വിഷമം. അതുകൊണ്ട് ഒരു ഉന്മേഷവും തോന്നുന്നില്ല. അത് സാരമില്ല. തൽക്കാലം റോഷൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്ക്. വയ്യാത്തത് കൊണ്ടല്ല അമ്പലത്തിൽ പോകാൻ കഴിയാത്ത. അതിന് ദൈവകോപമൊന്നും ഉണ്ടാകില്ല എന്നേ. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാ. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അത് ശരിയാ നീ പറഞ്ഞത്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യം കൂടി അനുവദിക്കണ്ടേ? എൻ്റെ ഐശ്വര്യ ചേച്ചി, ഞങ്ങൾ ഇവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇനി എന്നാ വരിക? റോഷൻ 2-3 തവണ എൻ്റെ ഐശ്വര്യ ചേച്ചി എന്ന് തന്നെ വിളിക്കുന്നു. അതെ, ഞാൻ കോളേജ് ശരത്തിന് എൻ്റെ ശരത്ത് എന്താണ് വിളിക്കാറുള്ളത്. അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയായ ഐശ്വര്യ ചേച്ചിയെ എൻ്റെ ഐശ്വര്യ ചേച്ചി എന്ന് വിളിച്ചുകൂടെ? പിന്നെ എനിക്ക് അടുപ്പമുള്ളവരെയും വേണ്ടപ്പെട്ടവരൊക്കെ എൻ്റെ എന്ന് ചേർത്തിട്ടാണ് പറയാറ്. അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അതങ്ങ് ശീലമായി മാറി. റോഷൻ പറയുന്നതൊക്കെ ശരിയാണ്. കൂട്ടുകാരൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്കും കൂടി ഉള്ളതല്ലേ, പിന്നെന്താ? ഐശ്വര്യ ചേച്ചിക്ക് വല്ല ഇഷ്ടക്കേടും തോന്നിയോ മനസ്സിൽ അങ്ങനെ വിളിച്ചപ്പോൾ? ഇല്ലടാ, എന്നെ അങ്ങനെ അധികം വിളിക്കുന്നത് എൻ്റെ ഏട്ടൻ മാത്രമാണ്. കണക്കൂട്ടലുകളോ ഒന്നും പിഴച്ചില്ല. ഞാൻ കരുതിയിരുന്നു നിൻ്റെ കണവൻ ചിലപ്പോൾ നിന്നെ ഇങ്ങനെയായിരിക്കും വിളിക്കുകയെന്ന്. സ്നേഹം കൂടുമ്പോൾ എല്ലാം എല്ലാ ഭർത്താക്കന്മാരും വിളിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ എന്നൊരു വാക്ക് അവർ ഒരിക്കലും ഒഴിവാക്കില്ല. തുഴഞ്ഞാൽ ഈ വഞ്ചി കരക്കെടുപ്പിക്കാമെന്ന് എനിക്ക് ചെറിയ പ്രതീക്ഷ കാണുന്നുണ്ട്. റോഷൻ മനസ്സിൽ ആദ്യ കണക്ക് കൂട്ടലിൽ ശരിയായ സന്തോഷത്തിൽ സ്വയം പറഞ്ഞുകൊണ്ട് തുടർന്നു. ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ചേച്ചിയുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ? സോറി ഐശ്വര്യ ചേച്ചി. ഇല്ല റോഷൻ, സോറി ഒന്നും പറയണ്ട. നീ എങ്ങനെ 3-4 തവണ വിളിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടനെ ഓർമ്മ വന്നു. എന്തായാലും ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ഐശ്വര്യ ചേച്ചിന്ന് മാത്രമേ വിളിക്കൂ. എനിക്ക് നിൻ്റെ അമ്മയുടെ അടുത്തോളം പ്രായമുണ്ട്, അതുകൊണ്ട് റോഷൻ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അമ്മയെന്നോ? ഞാൻ എൻ്റെ അമ്മയെ മാത്രമേ ഇതൊരു അമ്മയെന്ന് വിളിച്ചിട്ടുള്ളൂ, മറ്റാരെയും വിളിച്ചിട്ടില്ല. ഐശ്വര്യ ചേച്ചിയെ അങ്ങനെ വിളിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത അകൽച്ചയും ബോറാവൊക്കെ തോന്നും. അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞത് ബോറാണെന്നോ? അതെ ഐശ്വര്യ ചേച്ചി. കാരണം ഐശ്വര്യ ചേച്ചിക്ക് എൻ്റെ അമ്മയുടെ അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. അമ്മയെക്കാളും 3-4 വയസ്സ് കുറവാക്കാനാണ് സാധ്യത. മാത്രമല്ല ചേച്ചി കണ്ട ശരത്തിൻ്റെ അമ്മയാണെന്നും പറയില്ല.
അമ്മയോടൊന്നും പറയില്ല എന്നോ? അതേ ചേച്ചി, പറയില്ല. കാരണം പറഞ്ഞാൽ ഐശ്വര്യ ചേച്ചിക്ക് എന്നോട് വെറുപ്പോ ദേഷ്യമോ തോന്നുമോ? ഇല്ല, നീ പറ. എനിക്ക് ഐശ്വര്യ ചേച്ചിയുടെ മുഖം കണ്ടിട്ട് തോന്നിയതാ. ശരി റോഷ, നീ പറ. ചേച്ചിയുടെ മുഖം കണ്ട നല്ല ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. കൂടാതെ ചേച്ചി കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഐശ്വര്യ ഒരിത്തിരി കടുപ്പിച്ചുകൊണ്ട്. അപ്പോൾ റോഷന് ഇവിടെ വന്നിട്ട് ഇതൊക്കെയാണ് നോക്കുന്നതല്ലേ? നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? അയ്യോ ഐശ്വര്യ ചേച്ചി ചൂടാവല്ലേ. ഞാൻ കണ്ടത് പറഞ്ഞാണെന്ന് പറഞ്ഞില്ലേ, അല്ലാതെ നോക്കിയതൊന്നുമല്ല. ചെറുക്ക, ഞാനൊരു തമാശ പറഞ്ഞതാ. നീ മനുഷ്യനെ വല്ലാതെ അങ്ങ് പൊക്കിയപ്പോൾ ഇത് കേട്ടതും റോഷൻ മനസ്സിൽ ഞാൻ കരുതി തുടക്കത്തിൽ തന്നെ എല്ലാം കൈവിട്ട് പോയെന്ന്. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കലപിടിപ്പിച്ച പോലെ. സമയാവട്ടെ, ഇങ്ങനെയുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട് ഐശ്വര്യേ. ഞാൻ ഐശ്വര്യ ചേച്ചി ചൂടായപ്പോൾ അങ്ങ് വല്ലാണ്ടായി. പോയ പണി വീണ്ടും തിരിച്ചു വന്ന പോലെ. അയ്യോ, എത്ര ധൈര്യശീലമാണ് റോഷനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ദൈവമേ, മതി കളിയാക്കിയത്. ഞാൻ ഐശ്വര്യ ചേച്ചി ചൂടായപ്പോൾ ഒന്ന് ഭയന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ചേച്ചി വളരെ ഗൗരവക്കാരിയാണെന്ന് ഞാൻ കരുതിയത് കൊണ്ട് സംഭവിച്ചതാണ്. മതി വീണിടത്ത് കിടന്ന് ഉരുളണ്ട. ഞാനല്ലല്ലോ, ഐശ്വര്യ ചേച്ചിയല്ലേ എന്നെ കളിയാക്കിയിട്ടിന്ന്. നീ എന്താ എന്നെ വിളിച്ച്? ഐശ്വോ? സോറി. ഞാൻ ഐശ്വര്യ ചേച്ചിന്ന് പെട്ടെന്ന് വിളിച്ചപ്പോൾ നാക്കിടയ്ക്ക് ഐശ്വര്യ ചേച്ചി എന്നായതാ. അപ്രതീക്ഷിതമായി വായിലുണ്ടായ പേരാണെങ്കിലും കൊള്ളാല്ലേ. ഞാൻ ഇനി ഐശ്വര്യ ചേച്ചിന്ന് വിളിക്കാം. അങ്ങനെയാകുമ്പോൾ ഐശ്വര്യ നീട്ടി വിളിക്കണ്ടല്ലോ. കൂടാതെ ഐശ്വര്യ ചേച്ചി പറഞ്ഞ പോലെ അമ്മയെന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന അകൽച്ചയും വരുന്നുമില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഐശ്വര്യ ചേച്ചിന്ന് വിളിക്കാം. എനിക്കങ്ങനെ വിളിക്കുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരാളെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. എല്ലാവരും എൻ്റെ മുഴുവൻ പേരാണ് വിളിക്കാറ്. റോഷൻ എന്താ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അകൽച്ച തോന്നുന്നത്? എന്നെ അമ്മയെന്ന് വിളിക്കാൻ കൊള്ളില്ലേ? അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. എനിക്ക് ഐശ്വര്യ ചേച്ചി നല്ലൊരു ഫ്രണ്ടായി കാണാനാണ് ഇഷ്ടം. അരുണിനെയും ശരത്തിനെയൊക്കെ പോലെ ഫ്രണ്ടിനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കുമ്പോൾ മനസ്സിൽ അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന അകൽച്ചയെ തോന്നുള്ളൂ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നല്ല കുട്ടികളെ ഫ്രണ്ടായി കാണാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞാനും ഐശ്വര്യ ചേച്ചി നല്ല ഫ്രണ്ട്സ്, ഓക്കെ? എനിക്ക് ജീവിതത്തിൽ അധികം ഫ്രണ്ട്സൊന്നുമില്ല. എനിക്കുമില്ല. ഇവിടെ അരുണും ശരത്തും അങ്ങനെ 1-2 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഐശ്വര്യ ചേച്ചിയും ഫ്രണ്ടായിരിക്കുന്നു. റോഷൻ്റെ ചിരി കണ്ടിട്ട് പനിയൊക്കെ മാറിയതുപോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പനിയുടെ ക്ഷീണം ഒക്കെ മാറിപ്പോയി. എങ്കിലും ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഡോക്ടറും ഐശ്വര്യ ചേച്ചിയും പറഞ്ഞതുകൊണ്ട് അനുസരിക്കാം. ഗുഡ്. നല്ല കുട്ടികളായാലും ഇങ്ങനെ വേണം എപ്പോഴും. പറഞ്ഞതൊക്കെ അനുസരിക്കണം. ശരത്താണെങ്കിൽ നിൻ്റെ വിപരീതമാണ്. പറഞ്ഞതൊന്നും അനുസരിക്കില്ല. ഏട്ടൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവന് വേണ്ടിയിട്ടാണ്. ശരത്തിന് അതിൻ്റെ ഒരു ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്. ഐശ്വര്യ ചേച്ചി കരുതുന്ന പോലെ ശരത്ത് അങ്ങനെയൊന്നുമല്ല. അവൻ നല്ലവനാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതിയായിരുന്നു. എനിക്ക് മനസ്സിലാവും ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ശരത്ത് ഐശ്വര്യ ചേച്ചി പറയുന്ന പോലെ എല്ലാം കേട്ടിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. അമ്പലത്തിൽ പോകാനും മറ്റൊക്കെ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നല്ല അല്ലേ? റോഷന് മനസ്സിലായതുപോലെ ശരത്തിനും കൂടി മനസ്സിലാവേണ്ടേ? അല്ലെങ്കിൽ റോഷൻ എല്ലാം നല്ല ജീവിതത്തിലെത്തുമ്പോൾ ശരത്ത് എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നോക്കിയാലല്ലേ ഭാവിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ശരത്തിന് കൂട്ട് ഞാൻ ഉണ്ടാകുമ്പോൾ ഐശ്വര്യ ചേച്ചി അതോർത്തൊന്നും വിഷമിക്കേണ്ട. ശരത്തിന് നല്ലൊരു ജീവിതം തന്നെ ഭാവിയിൽ ഉണ്ടാകും. ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനകളിലൊന്ന് അത് മാത്രമാണ്. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചേച്ചി ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നെങ്കിൽ ഏട്ടൻ നാട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ സമയം കിട്ടുമ്പോൾ, അല്ലാതെ ഉണ്ടാവില്ല. ഇനി ഇവിടുത്തെ അമ്പലത്തിൽ വരുമ്പോൾ ഐശ്വര്യ ചേച്ചിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെന്താ? അമ്പലത്തിനടുത്ത് ഐശ്വര്യ ചേച്ചിക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു തരാൻ ഈ ഫ്രണ്ടില്ലേ? ഞാനുള്ളപ്പോൾ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടും ഇവിടുത്തെ അമ്പലത്തിൽ വരുമ്പോൾ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ലല്ലോ. താങ്ക് യു മൈ ഫ്രണ്ട്. താങ്ക്സ് ഒന്നും വേണ്ട ചേച്ചി. നമുക്കിടയിൽ അത്തരം ഫോമാറ്റുകളൊന്നും വേണ്ട. ഐശ്വര്യ ചേച്ചി ഇവിടുത്തെ അമ്പലത്തിൽ രാവിലെയാണോ വരാറ്? അതെ, വന്നിടത്തോളം ഞാൻ രാവിലെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ദീപാരാധനയ്ക്ക് വന്നിട്ടില്ലേ? ഇല്ല, ആ ഭാഗ്യം ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അതെന്താ വരാത്തെ? രാത്രി പുറത്തേക്കാൻ പേടിയായിട്ടാ?
ഹിഹി. വേണ്ട വേണ്ട, മനുഷ്യനെ കളിയാക്കല്ലേ. എനിക്കിവിടെ നിന്ന് അമ്പലത്തോട്ട് രാവിലെ ബസ് കിട്ടിയുള്ളൂ. രാവിലെ ആകുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. ബസ്സിലതുകൊണ്ട് എളുപ്പം പോയി വരാം. വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് ബസ് ഉണ്ടാവാറുമില്ല. അതുകൊണ്ടെന്താ ഇതുവരെ ദീപാരാധനയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ഐഷ ചേച്ചി ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ പോകാറെന്നല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞ്. അതിവിടെ കുറച്ചുള്ളിലുള്ള ശിവൻ്റെ അമ്പലത്തിലോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞ്. റോഷൻ്റെ അവിടേക്ക് വരുമ്പോൾ ബസ്സിലാണ് വരാറ്. ഈ വരുന്ന ശനിയാഴ്ച ഇവിടുത്തെ അമ്പലത്തിൽ വിശേഷപ്പെട്ടൊരു പൂജ നടക്കുന്നുണ്ട്. ഐഷ ചേച്ചി വരുമോ? വന്നാൽ ആ പൂജയിൽ പങ്കെടുക്കുക മാത്രമല്ല എൻ്റെ വീട്ടിൽ വരികയും ചെയ്യാം. എന്ത് പൂജയാണ് അമ്പലത്തിൽ നടക്കുന്നേ? കുടുംബക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള പൂജ. അത് ഇവിടുത്തെ അമ്പലത്തിൽ ഇടയ്ക്ക് നടക്കാറുള്ളതാ. കേട്ടിട്ട് എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന് രാവിലെ ബസ് കിട്ടിയാൽ ഞാൻ എത്താൻ നോക്കാം. അപ്പോൾ ഐഷ ചേച്ചിക്ക് സമ്മതമാണ്. പക്ഷേ ഇവിടെ എത്താനുള്ള യാത്ര ബുദ്ധിമുട്ടോർത്ത് ഐഷ ചേച്ചി വിഷമിക്കേണ്ട. ഇതെന്തായാലും വൈകുന്നേരം അരുൺ എന്നെ കാണാൻ ഇവിടെ വരും. എനിക്ക് സുഖമില്ലാത്തത് രാവിലെ അരുൺ വിളിച്ചപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞിരുന്നു. അവൻ വരുമ്പോൾ കൂടെ ശരത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരത്തിനെ ഞാൻ വൈകിട്ട് കാണുമ്പോൾ ഐഷ ചേച്ചിയെ ശനിയാഴ്ച അമ്പലത്തിൽ കൊണ്ടുവരാൻ സമ്മതിപ്പിക്കാം. ഞാൻ പറഞ്ഞാൽ ശരത്ത് സമ്മതിക്കും. ഇനി അതോർത്ത് ഐഷ ചേച്ചി വിഷമിക്കേണ്ട. ശരത്തും ഞാനും ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് വർഷങ്ങളായി. ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ശരത്ത് അവസാനമായിട്ട് എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ അവൻ എൻ്റെ കൂടെ അമ്പലത്തിൽ വരികയാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ ഐഷ ചേച്ചിക്ക് വിശ്വസിക്കാം. വരുന്ന ശനിയാഴ്ച ശരത്തിൻ്റെ കൂടെ ഇവിടുത്തെ അമ്പലത്തിലും എൻ്റെ വീട്ടിലും ഐഷ ചേച്ചി വന്നിരിക്കും. ശരത്ത് ഐഷ ചേച്ചി ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് ഞാൻ ചേച്ചിക്കിരുന്ന പ്രോമിസാണ്. എൻ്റെ മകൻ്റെ കൂടെ അമ്പലത്തിൽ പോകുകയെന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നോട് കൂട്ടുവിടുന്നവർക്ക് എല്ലാവർക്കും ഞാൻ സന്തോഷം നൽകാറുള്ളൂ. ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഐഷ ചേച്ചിയും ഞാനും ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്, ഫ്രണ്ട്സായതൊക്കെ. ഇനി വരുന്ന ആളുകൾ ചേച്ചിയുടെ മനസ്സ് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആഹാ, റോഷനോട് സംസാരിച്ചെന്നാൽ നേരം പോകുന്നത് അറിയുന്നില്ല. ഇന്നലെയും അതെ, ഇന്നും അതെ. ഞാൻ ഇനിയിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കട്ടെ. നേരം 1 മണിയായി. അതെയോ? സമയം പോലും ഞാനും അറിഞ്ഞില്ല. ചേച്ചി ഊണ് കഴിച്ചോളൂ. ഞാൻ രാത്രി 9 മണിക്ക് ഓൺലൈൻ ഉണ്ടാകും. ചേച്ചി അപ്പോൾ ഓൺലൈനിൽ വരുമോ? രാത്രി എന്തിനാണ് ഓൺലൈനിൽ വരുന്നത്? ഐഷ ചേച്ചി വരികയാണെങ്കിൽ ശരത്തിനോട് സംസാരിച്ചിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ന് പറയാനാ. അതാണോ? ശനിയാഴ്ചക്ക് എനിക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ, അതിനിടയിൽ ഓൺലൈനിൽ വരുമ്പോൾ പറഞ്ഞാൽ പോരെ? റോഷൻ തലയിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ ഇവൾ ഒരു തരത്തിൽ അടുക്കാത്തതും പിടിതിരിക്കാതിരിക്കുകയാണല്ലോ. എന്താ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഐഷ ചേച്ചി. രാത്രി കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് ഏട്ടൻ്റെ കോളും കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞാൽ ക്ഷീണം കാരണം പെട്ടെന്ന് കിടക്കാൻ നോക്കും. മാത്രമല്ല രാത്രി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ 9 മണിയൊക്കെ കഴിയും. ഐഷ ചേച്ചിയുടെ രാത്രിയിലെ തിരക്കുകളെക്കുറിച്ച് ഞാൻ ഓർത്തില്ല. ഓർക്കാതെ പറഞ്ഞതാ, സോറി. അയ്യോ, സോറി ഒന്നും പറയണ്ട. നമുക്കിടെ രാത്രി ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്കിൽ ഞാൻ നോക്കട്ടെ ഇന്ന് രാത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓൺലൈൻ വരാൻ പറ്റുമെന്ന്. അമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഞാൻ നോക്കാമെന്നും പറഞ്ഞ് എൻ്റെ മകൻ്റെ അഭിപ്രായം എന്താണെന്ന് നേരത്തെ അറിയാമല്ലോ. അപ്രതീക്ഷിതമായി ഐശ്വര്യ അങ്ങനെ പറഞ്ഞപ്പോൾ റോഷൻ്റെ മനസ്സൊന്ന് തുള്ളിച്ചാടി. എന്നാൽ ബാക്കിയെല്ലാം ഞാൻ രാത്രി ഐഷ ചേച്ചി ഓൺലൈനിൽ വരുമ്പോൾ പറയാം. എനിക്ക് മരുന്നും ഭക്ഷണം കഴിക്കാനുണ്ട്. പനിക്ക് ആശ്വാസമുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞ് അനുസരിക്കാതെ റോഷൻ റെസ്റ്റ് എടുക്കാതിരിക്കരുത്. ഐഷ ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, റെസ്റ്റിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ബോറിങ്ങാണ്. ഇപ്പോൾ കുറച്ചിങ്ങനെ അത് മാറിക്കിട്ടത് ചേച്ചിയോട് സംസാരിച്ചിരുന്നപ്പോഴാണ്. ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അയ്യോ, റെസ്റ്റ് എടുക്കാൻ പറയുന്നത് കഷ്ടമാണെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ? എന്താ റോഷൻ ഓർക്കാതെ? തൽക്കാലം പറഞ്ഞതനുസരിക്ക്. ഇനി ഐഷ ചേച്ചിയും കൂടി പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് വേണ്ട. റെസ്റ്റ് എടുത്തോളാവേ. ഗുഡ്. ഇങ്ങനെ പറഞ്ഞതനുസരിക്കുന്ന കുട്ടികളെ എനിക്കിഷ്ടം. ഐഷ ചേച്ചി പറഞ്ഞാൽ ഞാൻ അനുസരിക്കാതിരിക്കുമോ? ചേച്ചി പറഞ്ഞാൽ എന്തും അനുസരിക്കും. അതെന്താ എനിക്ക് ഇത്ര പ്രത്യേകത? ഐഷ ചേച്ചി എൻ്റെ മൂത്തതല്ലേ? മൂത്തത് പറയുന്നത് കേൾക്കണ്ടേ? പിന്നെ എന്താ ഒരു പിന്നെ? അതിന് രാത്രിയിൽ ഐഷ ചേച്ചി ഓൺലൈനിൽ വരുമ്പോൾ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അതെന്താ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവാത്തൊരു കാര്യം? ഞാൻ രാത്രിയിൽ ഓൺലൈനിൽ വരുമെന്ന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് സസ്പെൻസ് ഇല്ലാതെ പറയടാ ചെറുക്ക. ചെറിയ സസ്പെൻസൊക്കെ ജീവിതത്തിലുള്ളത് ഒരു രസമല്ല ചേച്ചി. ആണോ? എന്നാൽ ആ സസ്പെൻസ് പിടിച്ച് അടങ്ങിയിരിക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുക.
എനിക്കും ഭക്ഷണം കഴിക്കാൻ നേരമായി. അപ്പോൾ പറഞ്ഞ പോലെ രാത്രി കാണാം. ഇതും പറഞ്ഞ് ചാറ്റ് അവസാനിപ്പിച്ച ശേഷം മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ചെന്ന് മയങ്ങിയ റോഷനെ വൈകുന്നേരം ശരത്ത് മരണം വീട്ടിൽ വന്നപ്പോൾ ജോലിക്കാരൻ വന്ന് വിളിച്ചപ്പോഴാണ് ഉണരുന്നത്. ജോലിക്കാരൻ, ഞാൻ കുറച്ച് നേരമായി വിളിക്കുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനൊന്ന് മയങ്ങിയപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. ശല്യം ചെയ്യേണ്ട, എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കട്ടെ എന്ന് കരുതി വിളിക്കാതെ പോയതാ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ വന്ന് വിളിച്ചത്. മോനെ കാത്ത് താടിയിരിപ്പുണ്ട്. പടി 5 ഇത്രയും വൈകിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വല്ലാട്ടങ്ങ് ഉറങ്ങിപ്പോയി. ചേട്ടൻ അവരോടിങ്ങനെ മുകളിലോട്ടേക്ക് വരാൻ പറ. ജോലിക്കാരൻ, ഞാൻ പോയി അവരെങ്ങോട്ട് പറഞ്ഞു വിടാം. മോൻ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകും. ഇതും പറഞ്ഞ് ആൾ താഴേക്ക് ചെന്ന് അവരെ മുകളിലോട്ട് പറഞ്ഞു വിട്ടു. അരുൺ, എടാ ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. ഇവനാ പറഞ്ഞത് നിനക്ക് സുഖമല്ല പണിയാണെന്ന്. നീ ക്ലാസ്സിലില്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു രസം ഉണ്ടായിട്ടില്ല. സോറി, രാവിലെ ഞാൻ നീയാണെന്ന് കരുതിയ ഫോണിൽ അങ്ങനെയൊക്കെ പറഞ്ഞ്. അത് സാരല്ലടാ. പിന്നെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? ശ്രീലക്ഷ്മി ടീച്ചർ നിന്നെ തിരക്കിയിരുന്നു ഇന്ന് ക്ലാസ്സിൽ. വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നമുക്ക് ക്ലാസ്സില്ല. പിന്നെ ശനിയും ഞായറും അവധി. എൻ്റെ അടുത്തത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടാകും. എന്താ കാരണമെന്നൊന്നും അറിയില്ല. ബുധനാഴ്ച ഡോക്ടറെ കണ്ട് ക്ലാസ് വരാനിരുന്നതാ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബോറിങ്ങാണ്. അപ്പോഴാണ് ഈ അവധിയും കൂടി. നിനക്ക് ബോറിങ്ങോ? ഇവിടെ നിൻ്റെ കയ്യിൽ എത്ര കളക്ഷൻ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ നിനക്ക്. അപ്പോഴാണ് നിനക്കൊരു ബോറിങ്. നീ എന്താ ഇന്നലെ രാത്രി സംസാരിച്ചിരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത്? എടാ, അത് നീ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നീ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചല്ലേ? അമ്മ രാവിലെ എന്നോട് പറഞ്ഞിരുന്നു എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് നീ ലാൻഡ് ഫോണിലോട്ട് വിളിച്ചിരുന്നു. ഇത് കേട്ടതും റോഷൻ്റെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരൻ ചെറിയ ഞെട്ടലോടെ റോഷനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കിക്കൊണ്ട് ചെറുതായിട്ടും തലയാട്ടി. നിന്നെ വിളിച്ചിട്ട് നീ പറയുന്നതൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നില്ലായിരുന്നൂടാ. എൻ്റെ കയ്യിൽ പുതിയൊരെണ്ണം ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നലെ ലാൻഡ് ഫോണിൽ വിളിച്ചത്. നീ വന്ന് ഫോൺ എടുക്കുമെന്ന് കരുതി. ഇത് കേട്ടതും ശരത്ത്, പുതിയൊരെണ്ണോ? എൻ്റെ പെൻഡ്രൈവ് ഇതാ, നീ ഇപ്പം തന്നെ അതങ്ങ് കോപ്പി ചെയ്തതാ. ശരത്ത്, നീ ഒന്ന് അടങ്ങി ധൃതി വെക്കല്ലേ, തരാം. ഇതും പറഞ്ഞ് റോഷൻ അരുണിൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി അതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുത്തു. റോഷൻ, വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം എൻ്റെ കയ്യിൽ ഇതിലും പുതിയ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കിട്ടിലെന്ത് കിട്ടുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ വരികയാണെങ്കിൽ തരാം. ഞാൻ തീർച്ചയായിട്ടും വരും. പക്ഷേ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകാനുണ്ട്. അവിടെ വിശേഷപ്പെട്ട പൂജയുള്ളതാ, പോയേ പറ്റൂ. കാര്യമായി പറഞ്ഞതാ. രാവിലെ എനിക്കൊരു തന്നിട്ട് നീ പോയിക്കോ. എടാ, ഇവിടെ എൻ്റെ ചിറ്റപ്പനും ജോലിക്കാരനൊക്കെ ഉള്ളത് നിനക്കറിയില്ലേ? രാവിലെ അവരൊക്കെ അമ്പലത്തിൽ പൂജയുള്ള കാര്യങ്ങൾ കൊണ്ട് നേരത്തെ എഴുന്നേക്കും. അവരുടെ കണ്ണിപ്പെടാതെ നിനക്ക് കോപ്പി ചെയ്ത് തരികയും വേണം, അമ്പലത്തിൽ പോവുകയും വേണം. രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ നീ തരില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു. നീ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്ത്? നിൻ്റെ അമ്മയും കൂടെ കൂട്ടി വരണം. അമ്മയോ? അതെന്തിന്? റോഷൻ ഇതൊക്കെ പറയുമ്പോഴും ആരും ശരത്ത് കാണാതെ റോഷൻ്റെ മുഖത്തോട് നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എടാ, അമ്മയും കൂട്ടി വരുമ്പോൾ നീ അമ്പലത്തിലെ പൂജയ്ക്ക് വന്നതാണെന്ന് പറയാം. എന്നിട്ട് ഇവിടെ നിന്ന് ഞാനും ചിറ്റപ്പനും ജോലിക്കാരനും അമ്പലത്തിലോട്ട് വരുമ്പോൾ അവിടെ വെച്ച് നിനക്ക് ചെറിയ തലവേദന ഉണ്ടെന്നും കുറച്ചേരം കിടക്കണമെന്നും പറയണം. അപ്പം ഞാൻ നിനക്ക് ജോലിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി വീടിൻ്റെ താക്കോലും മേടിച്ച് തരാം. ഇവിടെ വന്നിട്ട് എൻ്റെ മുറിയിൽ നിന്ന് നീ സാവകാശം സമയമെടുത്തൊക്കെ കോപ്പി ചെയ്തോ. ഞാനും അമ്മയും കൂടി പൂജയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും നിനക്ക് വേണ്ടതൊക്കെ നീ കോപ്പി ചെയ്ത് കഴിഞ്ഞ ശേഷം അമ്പലത്തിലോട്ട് വരികയും ചെയ്യാം. ഈ പ്ലാൻ നടക്കുമോ? എനിക്കൊക്കെയാണ്, പക്ഷേ അമ്മയെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, എടാ, നിൻ്റെ അമ്മയ്ക്ക് ഇവിടുത്തെ അമ്പലത്തിൽ വരാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. അത് മാറുകയും ചെയ്യും. മാത്രമല്ല, ഇവിടുത്തെ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മ എതിർപ്പൊന്നും പറയില്ല എന്നാൽ എനിക്ക് തോന്നുന്നത്. അമ്പലത്തിലോട്ടെന്ന് പറഞ്ഞാൽ അമ്മ എതിർപ്പ് പറയില്ല. അപ്പം പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ അരുണേ? അതെ. പക്ഷേ എന്തിനാ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടി ശനിയാഴ്ച എന്നെ കൊടുക്കാൻ നിൽക്കുന്നത്? തിങ്കളാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ പെൺഡ്രൈവ് ശരത്തിന് കൊടുത്താൽ പോരെ? അതല്ലേ നല്ലത്. ഇവനോട് ചോദിച്ചത് അബദ്ധമായി പോയല്ലെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് അരുണൊന്ന് നോക്കി. എന്നാൽ ഞാൻ നിനക്ക് തിങ്കളാഴ്ച തരാം. എൻ്റെ പെൺഡ്രൈവ് ഞായറാഴ്ച നീ അരുണിൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു വിട്. അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച വാങ്ങിക്കാൻ നിൻ്റെ വീട്ടിലോട്ട് വരാം ശരത്തെ. എനിക്കൊന്നും വയ്യേ. പെൺഡ്രൈവിൻ്റെ വീട്ടിൽ പോയി വാങ്ങിച്ച് നിനക്ക് കൊണ്ടുവന്ന് തരാം. അതൊന്നും വേണ്ട. ശനിയും ഞായറും കാണുന്നില്ലാതെ വെറുതെ ഇരുന്ന് നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ശനിയാഴ്ച രാവിലെ അമ്മയും കൂട്ടി എങ്ങനെയും വരാൻ നോക്കാം. അതാവുമ്പോൾ ശനിയാഴ്ച തന്നെ സാധനം കയ്യിലുണ്ടാകും. അത് മതി.
എന്നാൽ അങ്ങനെ ചെയ്യാം. ഇനി വീണ്ടും അരുണിനോട് അഭിപ്രായം കുളവാക്കാൻ നിൽക്കണ്ട. കയ്യിൽ നിന്ന് പോയെന്ന് കരുതി അവസരം ഇപ്പോൾ ശരത്തിൻ്റെ അത് കാണാനുള്ള ആക്രാന്തം കാരണം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇതൊക്കെ മനസ്സിലോർത്ത് റോഷൻ അരുണിനെ നോക്കുമ്പോൾ ഐശ്വര്യമായിട്ടുള്ള ചാറ്റിങ്ങൊക്കെ നോക്കി അതിങ്ങനെ വായിച്ചവൻ റോഷൻ്റെ ഫോൺ നോക്കി കണ്ണു തള്ളി നിൽക്കുന്ന അരുണിനെ കണ്ടത് റോഷന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഫോൺ തിരികെ വാങ്ങിച്ച് അവരെയും കൂട്ടി താഴെ ഇട്ട് ചെന്ന് ജോലിക്കാരൻ ഉണ്ടാക്കി വെച്ച കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തു. അവരെ യാത്രയാക്കി. അവർ പോയി കഴിഞ്ഞ് റോഷൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അരുണിൻ്റെ കോള് വന്നത്. ഹലോ, എന്താ ഇപ്പോൾ? നീ ഇവിടെ നിന്ന് പോയിട്ടല്ലേ ഉള്ളൂ? അതെ, അപ്പോൾ ശരത്ത് കൂടെ ഉള്ളത് കൊണ്ട് നിന്നോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. നീ ഇന്ന് ഐശ്വര്യയുടെ ചാറ്റ് ചെയ്തല്ലേ? കുറേയൊക്കെ ഞാൻ വായിച്ചു. എടാ സൂക്ഷിക്കണം. എന്നാലും ഇന്നിങ്ങനെ എങ്ങനെ അവളുടെ നമ്പർ നിനക്ക് കിട്ടി? അവൾ നിന്നെയായിട്ട് സംസാരിച്ചെന്നൊക്കെ കാണും പോലെ എന്താ പറയുക, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പലതും ഇനി നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാം കണ്ട് ആസ്വദിക്കാൻ നിനക്ക് ഞാനൊരു VIP ടിക്കറ്റ് തരുന്നുണ്ട്. ശനിയാഴ്ച ഞാനും വരും. ഐശ്വര്യ വരികയാണെങ്കിൽ. വേണ്ട, നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഷോ തുടങ്ങുമ്പോൾ നിനക്ക് ഞാൻ ടിക്കറ്റ് കയറാം. തൽക്കാലം നീ ഈ ഫ്രെയിമിലില്ല. നടക്കട്ടെ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഞാനും അങ്ങനെ അവരുടെ സംഭാഷണം എല്ലാം അവസാനിച്ച ശേഷം റോഷൻ വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് ഇത് നടന്നതൊക്കെ കണക്ക് കൂട്ടിയതുപോലെ തന്നെ മുന്നോട്ട് പോയി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്ത് കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോലിക്കാരൻ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തത്. അതും വായിച്ച് അങ്ങനെ കുറച്ചേരം കൂടി അവിടെ ഇരുന്നു. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയതോടെ ജോലിക്കാരൻ സ്വന്തം വീട്ടിലേക്ക് പോയ ശേഷം നേരത്തെ അത്താഴമൊക്കെ കഴിച്ച് TV ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞ് ഫോണെടുത്ത് നെറ്റ് ഓൺ ചെയ്ത് അച്ഛനും അമ്മയ്ക്കും മെസ്സേജൊക്കെ അയച്ച് രാത്രി 9 മണി. ഐശ്വര്യ ഓൺലൈനിലില്ല. ഇനി വരാതിരിക്കുന്നൊക്കെ ചിന്തിച്ചിരിക്കുക റോഷനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇങ്ങനെ ഓരോരോ ചിന്തകൾ അവനിങ്ങനെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അതോടൊപ്പം സമയവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഐശ്വര്യയുടെ വീട്ടിൽ അത്താഴം കഴിക്കുകയായിരുന്നു. ശരത്ത്, എന്താമ്മേ ഇത് ഓംലെറ്റൊന്നും ഇല്ലേ? ഓ മറന്നു, ഇപ്പോൾ എടുത്തു വരാം. ഐശ്വര്യ ഓംലെറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഇത് കേട്ടതും ഐശ്വര്യ വല്ലാത്ത ആശ്ചര്യത്തോടെ ശരത്തിനെ നോക്കി. എന്താമ്മ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് എൻ്റെ മകൻ നല്ല കാര്യപ്രാപ്തിയിൽ സംസാരിച്ചത് കേട്ടപ്പോൾ നോക്കിയതാ. ഇങ്ങനെയുള്ള വല്ലതും ശ്രദ്ധിക്കാറുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് എനിക്ക് വല്ല വിചാരമുണ്ടോ? ഓ തുടങ്ങി. ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അമ്മയോടൊന്നും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിൻ്റെ അച്ഛന് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല നിൻ്റെ ജീവിതം കണ്ടിട്ട്. ആണോ? അങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കണമല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മ റെഡി ആയിക്കോ. വരുന്ന ശനിയാഴ്ച നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നു. നീ എന്താ പറഞ്ഞേ? ഞാനും അമ്മയും ഒരുമിച്ച് വരുന്ന ശനിയാഴ്ച അമ്പലത്തിൽ പോകുന്നു. എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ മോൻ തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആകാശം ഇടിഞ്ഞ് താഴോട്ട് വീഴുമോ ഇപ്പോൾ? വീഴില്ല. ആകാശം നിൽക്കുന്നിടത്ത് തന്നെ നിന്നോളും. ഞാനൊരു നല്ല കാര്യം പറഞ്ഞിട്ട് അവൻ ഇത്ര കളിയാക്കണം എന്താ ഉള്ളത്? ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ നമുക്ക് പോകണ്ട. അമ്മ എവിടെ കളിയാക്കിക്കൊണ്ടിരുന്നു? പെണങ്ങല്ലേടാ, ഞാനൊരു തമാശ പറഞ്ഞതാ. നീ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ വന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നതാ. ഓ, ഞാൻ ഇത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടും അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റാത്തേ? അതിന് ഉത്തരം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരുമിച്ച് അവസാനം അമ്പലത്തിൽ പോയത് എന്താണെന്ന് നിനക്കറിയോ? കുറേ നാളായി. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. നിൻ്റെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, അതും അച്ഛനെ പേടി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നീ വന്നിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷത്തോളമായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ഗൾഫിൽ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അമ്മ പറഞ്ഞതൊക്കെ സമ്മതിച്ചു. ഇനി അമ്മ അനുസരിച്ചില്ല എന്ന് വേണ്ട. ഈ വരുന്ന ശനിയാഴ്ച നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിലല്ല, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ പോകും. ശരത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടതും ഐശ്വര്യയുടെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉടലെടുത്തു. അത് അവളുടെ മുഖത്ത് നല്ലൊരു തിളക്കായി പ്രകടപ്പെട്ടു. വാക്കു മാറുമോ? ഇല്ല, പോയിരിക്കും. ഇതും പറഞ്ഞ് അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ശരത്ത് നേരെ കൈ കഴുകി മുറിയിലോട്ട് പോയി. എന്നാൽ ഐശ്വര്യയ്ക്ക് അവളുടെ ഉള്ളിൽ അനുഭവപ്പെട്ട സന്തോഷത്തിൻ്റെ ചെറുപൊരി തൻ്റെ ചെഞ്ചുണ്ടുകളിൽ തൂക്കിക്കണ്ട് പ്ലേറ്റിൽ കൈവച്ചുകൊണ്ട് അവൾ മനസ്സിലോർത്തു. ഇതെന്ത് മറിമായും റോഷൻ എന്ന് പറഞ്ഞതാണ് ശരത്തിൻ്റെ കൂടെ അമ്പലത്തിൽ വരുന്നത്. വരാൻ വിസമ്മതിക്കുന്നില്ല എന്നൊക്കെ റോഷൻ പറഞ്ഞ പോലെ സംഭവിക്കാൻ പോകുന്നു. ഇനി ഇവനെ റോഷൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണോ?
ശരത് ഇന്ന് റോഷനെ കണ്ടിട്ടുണ്ടാവോ? അതെങ്ങനെ അവനോട് ചോദിക്കും? വേണ്ട, ചോദിച്ചാൽ പിന്നെ അത് മതിയാകും ശരത്തിന്. ദേഷ്യപ്പെടാനും അമ്പലത്തിൽ പോകാതിരിക്കും തോന്നാനും തൽക്കാലം ശരത്തിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട. എന്തായാലും റോഷൻ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയല്ലേ. ഇനി റോഷനെ നേരി കാണുമ്പോൾ ചോദിക്കാം. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് കിച്ചണിലെ പണികളെല്ലാം തീർത്ത് റൂമിലെ വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങി തന്നെ അതൊക്കെ ഇതാക്കി ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ ആസ്വദിച്ച് അപ്പോഴാണ് ഐശ്വര്യയുടെ മൊബൈൽ അവിടെ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. മൊബൈൽ കണ്ടപ്പോഴാണ് റോഷൻ രാത്രി ഓൺലൈൻ ഉണ്ടാകുന്നത് വരാൻ പറഞ്ഞതൊക്കെ ഓർത്തത്. റോഷൻ ഓൺലൈനിലുണ്ടെങ്കിൽ ശരത് അറിയാതെ തന്നെ ശരത് അമ്പലത്തിൽ വരാൻ സമ്മതിച്ചതും അവനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് എല്ലാ സംശയങ്ങളും റോഷനോട് നേരിട്ട് ചോദിക്കാം. ഐശ്വര്യ സമയം നോക്കുമ്പോൾ 10 അടുക്കാറായി. അവൾ വേഗം ഫോണെടുത്ത് നെറ്റ് ഓൺ ചെയ്ത് തലയുടെ ബെഡിൽ ചാറ്റി വെച്ച് വാട്സപ്പ് തുറന്നു. റോഷൻ്റെ നമ്പർ നോക്കി. അവൾ പറഞ്ഞ പോലെ ഓൺലൈനിലുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഐശ്വര്യ റോഷന് ആദ്യം മെസ്സേജ് ടൈപ്പ് ചെയ്ത് തുടങ്ങി. മറുതലയ്ക്കൽ ഐശ്വര്യ ഇനി ഓൺലൈനിൽ വരില്ലാന്ന് കരുതിയിരുന്ന റോഷൻ പെട്ടെന്ന് ഐശ്വര്യ ഓൺലൈനിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തെന്ന് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊരു മനസ്സുമായി ഐശ്വര്യയുടെ ആദ്യ മെസ്സേജിനായിട്ട് കാത്തു നിന്നു. അപ്പോൾ തൽക്കാലം നിങ്ങളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കും കേട്ടോ. കാരണം ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വരും കഥയിൽ കേൾക്കാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ.